അള്ളാഹുവിന്റെ റഹ്മത്തായി കിട്ടുന്ന മക്കൾ, ആ മക്കൾ നമ്മുടെ നാശകാരികളാകാതിരിക്കാൻ, നമ്മെ അവർ നരകത്തിലേക്ക് വലിക്കുന്നവരാകാതിരിക്കാൻ, അവർ അള്ളാഹുവിന്റെ റഹ്മത്താണെന്ന് അറിഞ്ഞിട്ട് അവരെ പോറ്റണം, അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരാകണം. പരിശുദ്ധ ഖുർആൻ മക്കൾ റഹ്മത്താണെന്ന് ഇടക്കിടക്ക് പറഞ്ഞിട്ടുണ്ട്. കാഫ് ഹാ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. സൂറത്ത് മറിയമിന്റെ തുടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല യാസീൻ പോലുള്ള ത്വാഹ പോലുള്ള അക്ഷരങ്ങൾ സൂറത്തിന്റെ തുടക്കത്തിൽ കൊടുക്കുന്നത് ശേഷം പറയുന്ന വിഷയത്തിന്റെ ഗൗരവം സൂചിപ്പിക്കാനാണ്. കാഫ് ഹാ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. അങ്ങയുടെ രക്ഷിതാവിന്റെ അടിമയായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ ഒരു റഹ്മത്തിന്റെ ഓർമ്മ പുതുക്കൽ, ഒരു റഹ്മത്തിനെ കുറിച്ചുള്ള ചർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുകയാണ്. ഇന്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന അല്ലാഹുവിന്റെ നബിയായ അടിമ വളരെ താഴ്മയോടെ ഭവ്യതയോടെ അല്ലാഹുവിനോട് ദുആ ചെയ്ത സമയം ഖാല റബ്ബി ഇന്നി വഹനൽ ഇൽമു മിന്നി വസ്തഅല അർ-റഅസു ശൈബാ. പടച്ചവനെ, എന്റെ എല്ലുകൾക്ക് ബലക്ഷയം വന്നു പോയി അല്ലാഹ്, എന്റെ ശരീരത്തിലെ രോമങ്ങളൊക്കെ നരച്ചുപോയി അല്ലാഹ്. വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ. പ്രായമുള്ള സമയത്തുള്ള ദുആ, പടച്ചവനെ നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ആശ മുറിഞ്ഞവനായിട്ടില്ല അല്ലാഹ്. നീ എനിക്ക് തരൂലാതെ ഞാൻ വിശ്വസിക്കുന്നില്ല. എത്ര ദ്വാരുന്നാലും മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ ചിന്ത വരാൻ പാടില്ല. ഞാൻ കുറെ ദ്വാരന്ന് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പാടില്ല. വലമ്മക്കും ബിദുആഇക റബ്ബി ശഖിയ്യ. പടച്ചവനെ, നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ആശ മുറിഞ്ഞവനായിട്ടില്ല അല്ലാഹ്, പരാജയപ്പെട്ടു പോയിട്ടില്ല അല്ലാഹ്. എന്റെ സങ്കടം വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി അഖിറാ ഫഹബ് ലീ മിൻ ലദുൻക വലിയ. ഞാൻ ഭയപ്പെടുകയാണ്, എനിക്ക് എന്റെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണാണ്, എനിക്കാണെങ്കിൽ പ്രായാധിക്യം വന്നിട്ടുണ്ട്, എന്റെ ശേഷം ഒരു അനന്തരാവകാശി ഇല്ലാത്തതിനെ ഞാൻ ശക്തമായും ഭയപ്പെടുന്നു അല്ലാഹ്. അതുകൊണ്ട് നീ എനിക്കൊരു അനന്തരാവകാശിയായ മകനെ നൽകണം. യരിസുനി വയരിസു മിൻ ആലി യഖൂബ് വജ്അൽഹു റബ്ബി റളിയ. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രായാധിക്യമുള്ള സമയത്തുള്ള ദുആ, പടച്ചവനെ എനിക്കും ആലി യഖൂബിനും അനന്തരമെടുക്കുന്ന ഒരു നല്ല മകനെ, വജ്അൽഹു റബ്ബി റളിയ. ഒരു മകനെ കിട്ടിയാ പോരാ, ആ മകനെ നീ ഇഷ്ടപ്പെടുന്ന ഒരു മകൻ, നീ പൊരുത്തപ്പെടുന്ന ഒരു കുട്ടിയെ തരണം അല്ലാഹ്. മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ, സക്കരിയ നബി അല്ലാഹ് വിളിക്കുന്നു, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ ലം നജ്അൽഹു ലഹു മിൻ ഖബ്ലു സമീയ. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹ് വിളിച്ചിട്ട് പറയുന്നു, നിനക്ക് ഞാൻ ഒരു കുട്ടിയെ തരുന്നു. ആ കുട്ടിന്റെ പേര് അല്ലാഹ് തന്നെ പറയുന്നു, യഹ്യാ. യഹ്യ എന്ന് നാം ഇതിനു മുമ്പ് പേര് വെച്ചിട്ടില്ല. ആദ്യമായി യഹ്യ എന്ന് പേരുള്ള ഒരു കുട്ടിയെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. പേര് തരെ അല്ലാഹ് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞത്
ഈ സൂറത്തിന്റെ തുടക്കം ഈ വിഷയം ഗൗരവത്തിൽ പരിശുദ്ധ ഖുർആൻ അങ്ങനെ ചർച്ച ചെയ്തു പോകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന് യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊടുത്തതിനെ സംബന്ധിച്ച്, ഒരു മകനെ കൊടുത്തതിനെ സംബന്ധിച്ചിട്ടുള്ള തുടക്കം ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദുഹു സക്കരിയ, അങ്ങയുടെ രക്ഷിതാവിന്റെ അടിമക്ക് സക്കരിയാക്ക് നല്ല ഒരു കുട്ടിയെ കൊടുത്ത, ഒരു റഹ്മത്ത് കൊടുത്തതിന്റെ ചർച്ച കണ്ടോ നിങ്ങൾ? ആ റഹ്മത്ത് ആരാണ്? അത് നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം. ഒരു മകൻ ജനിക്കുക എന്ന് പറയുന്നത് വലിയൊരു റഹ്മത്താണെന്ന് ചുരുക്കം. വലിയൊരു സംഭവമാണ് ഒരു മകൻ ഉണ്ടാവുക എന്നത്. അത് ആ കോലത്തിൽ തന്നെ ആവുകയും വേണം. അതേ സമയത്ത് പരിശുദ്ധ ഖുർആൻ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ മക്കൾ നാശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മക്കൾ കുഴപ്പക്കാരാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നമാംവാലുക്കും വൗലാദുക്കും ഫിത്ന, നിശ്ചയമായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കും, ഫിത്നയാക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒന്നുകൂടി പറഞ്ഞാൽ സമ്പത്ത്, സന്താനം, ഇത് രണ്ടും അള്ളാഹുവിന്റെ ഖുർആൻ പല സ്ഥലങ്ങളിലും ഒന്നിച്ചിട്ടാണ് പറഞ്ഞത്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, സമ്പത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിന്റെ ആസ്വാദന വസ്തുക്കളാണ്, സീനത്താണ്, ഭംഗിയാണ്. അത് പരിശുദ്ധ ഖുർആൻ പറയുന്നു. സമ്പത്തും സന്താനങ്ങളും നിങ്ങൾ നോക്ക്, ഒന്നിനൊരു ഗതിയില്ലാത്തൊരു മനുഷ്യൻ നമ്മുടെ നാട്ടിൽ, വളരെ പാവപ്പെട്ട ഒരാൾ, ചിലപ്പോൾ ഈ നാട്ടിൽ തന്നെ പഴയ കാലത്ത് റൂസിന് ഒരു 10-25-30 കൊല്ലം മുമ്പ് വളരെ പാവപ്പെട്ടവനായി ചിലപ്പോൾ റോട്ടിൽ കച്ചവടം നടത്തിയ ഒരാൾ ഇപ്പോൾ ചിലപ്പോൾ ഈ നാട്ടിലുണ്ടോ എന്നറിയില്ല, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ചിലപ്പോൾ അദ്ദേഹം ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനായിരിക്കും. എന്താ കാരണം? അദ്ദേഹം പണിക്ക് പോയിട്ട് ഉഷാറായതല്ലേ, മറിച്ച് അയാൾക്ക് കുറെ മക്കളുണ്ടായിരുന്നു, മക്കളൊക്കെ ഗൾഫിൽ പോയി നല്ല ഉഷാറായതാ. അല്ലാ, ഇപ്പൊ അദ്ദേഹത്തിന് വലിയ വാഹനമുണ്ട്, വലിയ വീടുണ്ട്, നാട്ടിൽ വലിയ പത്രാസുണ്ട്. ഒരു രൂപന്റെ വിലയില്ലാത്ത മനുഷ്യനും ഇന്ന് നല്ല സമ്പന്നനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ മക്കളെയും സമ്പത്തിനെയും പരസ്പരം ബന്ധിപ്പിച്ചിട്ടാണ് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഉപകരിച്ചാൽ രണ്ടിനും വലിയ ഉപകാരമാണ്. അതേ സമയത്ത് പിഴപ്പിക്കാനുള്ള തീരുമാനിച്ചാൽ ഇത് രണ്ടുകൊണ്ടും നരകത്തിലെത്താൻ വളരെ എളുപ്പമാണ് കേട്ടോ. മക്കളെപ്പോഴും നന്നായി കിട്ടണം. മക്കള് നന്നാകാനുള്ള ഏറ്റവും നല്ല മരുന്ന് അത് ദുആ ചെയ്യലാണ്. എപ്പോഴുള്ള ദുആ. മക്കള് കുറെ ഉഷാറായിട്ട് കള്ളു കുടിക്കുമ്പോ, മക്കള് കുറെ കാലം കഴിഞ്ഞിട്ട് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങാനേ കഴിയുന്നില്ല. 10-60 വയസ്സ് വരെയുള്ള വാപ്പക്ക് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ കയറി വണ്ടി വന്നിട്ടില്ല. ഇപ്പൊ 30 വയസ്സായ മോനെ വിചാരിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങാൻ നേരം കിട്ടുന്നില്ല. ഹലാക്കായി പോവുകയാണ് മക്കളെ കൊണ്ട്. അങ്ങനെ ഒരു അവസരം വന്നാൽ ആ സമയത്ത് വളരെ വന്ന ഉസ്താദിന് എഴുത്തു കൊടുക്കും, മക്കൾ നന്നാകാൻ ദ്വാരക്കണം. നമ്മൾ ആ സമയത്ത് പോലും പടച്ചോരോടും മനസ്സ് പൊട്ടിയിട്ടൊന്നും ദ്വാരക്കൂല. അതും കൂടെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിക്കല് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് നമ്മുടെ ഖൽബ് പൊട്ടിയിട്ട് ദ്വാരക്കണം. പരിശുദ്ധ ഖുർആൻ വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. മഹാന്മാരായ അല്ലാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ കാരുണ്യവാനായ റബ്ബിന്റെ പവറുള്ള അടിമകളുടെ ഗുണങ്ങൾ എടുത്തു പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നവരുടെ ദുആ, അവർ ദുആ ചെയ്യുന്നവരാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ, പടച്ചവനെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കണ്ണിന് കുളിർമ നൽകണം അല്ലാഹ്. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, തഖ്വയുള്ള ആളുകൾക്ക് അനുകരിക്കാൻ പറ്റുന്ന നിലക്ക്, തഖ്വയുള്ള ആളുകൾക്ക് പിൻപറ്റാൻ പറ്റുന്ന നിലക്ക് ഞങ്ങളെ ഒന്ന് ഇമാമാക്കി തരണം അല്ലാഹ്, ഞങ്ങളെ ഒന്ന് സംസ്കാരമുള്ളവരാക്കി തരണം അല്ലാഹ് എന്ന് ദുആ ചെയ്യുന്നവരാണ് വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ. ആ ദുആ ചെയ്യുന്ന ആളുകളുടെ മക്കൾ പരമാവധി നന്നാകും. അതേ സമയത്ത് നമ്മുടെ മക്കൾ നന്നാകാൻ ദുആ ചെയ്യൂല. ദുആയാണ് ഏറ്റവും വലിയ പ്രധാനം. മക്കൾ നന്നാകാൻ വേണ്ടി ദ്വാരക്കണം.
റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. കഅബ പടുത്തുയർത്തിയതിനു ശേഷം وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ നബിന്റെയും ദുആ, പടച്ചവനെ ഞങ്ങൾ നീ കഅബയുടെ പ്രവർത്തനം നീ ഒന്ന് സ്വീകരിക്കണം, ഞങ്ങളെ രണ്ടുപേരെയും നീ മുസ്ലിമാക്കണം. അല്ലാഹ് വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, ഞങ്ങളെ പരമ്പരയിൽ നല്ല വിശ്വാസികളായ ഒരു ഉമ്മത്തിനെ നിലനിർത്തി തരണം അല്ലാഹ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും റബീഉല്ലാഹി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ദുആ പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. മക്കള് നന്നാകാൻ ഏറ്റവും കൂടുതൽ അവർ സംസ്കാരമുള്ളവരാകാൻ വേണ്ടത് ഉപ്പയുടെയും ഉമ്മയുടെയും നല്ല ദുആയാണ് വേണ്ടത്. മക്കള് നന്നാകാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് അവർ നന്നാകാൻ നല്ല ദുആ വേണം, നല്ല ദുആ വേണം. പിന്നെ മക്കൾ നന്നാകാൻ വേണ്ടി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ. ഒരു ബാപ്പ നബി മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു പരാതി പറഞ്ഞു. എന്താണ് പരാതി? എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല. നമ്മൾക്ക് എല്ലാവർക്കും പരാതിയുണ്ട്, എന്റെ മകനും പറഞ്ഞാൽ കേൾക്കുന്നില്ല. റളിയല്ലാഹു അൻഹു മകനെ വിളിപ്പിച്ചു, മകനോട് ചോദിച്ചു, നിങ്ങളുടെ ബാപ്പ ഒരു പരാതി വന്നിട്ട് നിങ്ങൾ ബാപ്പ പറയുന്നത് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. അപ്പോഴോ ഈ മകൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അമീറുൽ മുഅ്മിനീൻ, ഒരു മകനോട് ബാപ്പക്കുള്ള ബാധ്യത എന്തൊക്കെയാണ്? ഒരു മകനോട് ബാപ്പക്കുള്ള കടപ്പാട് എന്തൊക്കെയാണ്? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ബാധ്യതയാണ് പഠിപ്പിച്ചത്. ഒന്ന്, ആ മകന് നല്ല ഉമ്മയെ കൊടുക്കണം. മറ്റൊന്ന്, ആ മകന് നല്ല പേര് കൊടുക്കണം. മൂന്നാമത്തെ, ആ മകന് ഖുർആൻ പഠിപ്പിക്കണം, സംസ്കാരം പഠിപ്പിക്കണം. ഇത് 3 നിബന്ധന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാപ്പക്ക് ബാധ്യതയായി, മക്കളോടുള്ള ബാധ്യതയായി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടി പറയാ, ഈ ചെറുപ്പക്കാരൻ പറയാണ്, നല്ല ഉമ്മാനെ കൊടുക്കണല്ലേ. എന്റെ ഉമ്മാവും ബാപ്പാവും പണ്ട് ലവ് മാരേജ് ആയിരുന്നു. അല്ലാഹ്, സ്നേഹിച്ചു കെട്ടിയതാ. ഉമ്മ മുസ്ലിമത്തേ അല്ല, ഉമ്മ മജൂസിയത്താണ്, തീയനാരാധിക്കുന്ന പെണ്ണാണ്. കണ്ടു നിങ്ങൾ, ഏറ്റവും പ്രധാനമായി നമ്മൾ പഴിച്ചു പോകുന്നത്, കുടുങ്ങിപ്പോകുന്ന അവിടെ നട്ടതല്ലേ കിട്ടൂ. പരിശുദ്ധ ഖുർആൻ നോക്ക് നിങ്ങൾ, നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅ്തും. നിങ്ങൾ സ്ത്രീകൾ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ്. സ്ത്രീകൾ, ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഒരു പരാമർശമുണ്ട്. എത്ര അർത്ഥവത്തായ വാക്കാണത്, എത്ര അർത്ഥ ഗാംഭീര്യമുള്ള അല്ലാഹുവിന്റെ കലാമാണത്. നോക്ക്, നല്ല ഉമ്മാനെ കൊടുക്കണമെന്നാണ് എന്താ അതിന്റെ അർത്ഥം? ഉറൂസിന് ഇങ്ങനെ പച്ചമ്പളത്തെ കൂടി പോകുമ്പോ കുട്ടിനെയും കൂട്ടിട്ട് പോവാ, എന്റെ ബൈക്ക് കാണുന്ന ഒരു ഉമ്മാനെ വാങ്ങി കൊടുക്കണമെന്നാ? കുട്ടിക്കൊരു ഉമ്മയെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ? കല്യാണം കഴിക്കുമ്പോ ആലോചിക്കണോ? നല്ല മക്കൾ ഉണ്ടാകണം, മംഗലത്തിന് മുമ്പേ ആലോചിക്കണോ? തുടക്കം ശരിയാകണമെന്ന് ചുരുക്കം. ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ നാട്ടിന്ന് 2 ചെറുപ്പക്കാര് നമ്മുടെ കൃഷിഭവനിൽ പോയി. അങ്ങനെ അവിടുന്ന് നല്ല വിത്ത് വാങ്ങിക്കൊണ്ടുവരിക. എന്തിന്? പച്ചക്കറി നടാൻ. അങ്ങനെ കൃഷി കൊടുക്കുമ്പോ ഓഫീസർ പറഞ്ഞു, നല്ല സ്ഥലത്ത് ഇത് ഇടണോ. ഒരു 50ന്റെ തലയിലാ കിഡ്നി. അതുകൊണ്ട് അവൻ എന്ത് ചെയ്ത്, കണ്ടയില് നല്ല ഒരു സ്ഥലം, ഓഫീസ് റൂമില് ഗ്രാനൈറ്റ് ഇട്ട സ്ഥലം, അത്ര വൃത്തിയുള്ള ഒരു സ്ഥലം ഓന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്ത്, വിത്തവിടെ ഇട്ടിട്ട് വെള്ളം എല്ലാവരും വയ്ക്കണം. ഇടക്കിടക്ക് വെള്ളം ഇങ്ങനെ കുടയും. ഒരു ദിവസം ഉമ്മ വന്ന് വാതിൽ തുറന്ന് നോക്കിയിട്ട് കാലിക്ക് വിലക്ക് നേരം ഒറ്റ പോക്ക്. യാ അല്ലാഹ്, 6 മാസം വാട്ടർ ബെഡിൽ. ഇവൻ കൃഷി നട്ടുകൊണ്ട് കിട്ടിയതാ. ഇതിന്റെ ഉള്ളിൽ മുളക്കൂലടോ. നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ കാണാൻ ഭംഗിയുള്ള സ്ഥലം നല്ല. അതേ സമയത്ത് ഇവന്റെ കൂടെ പോയ മറ്റേ ചങ്ങാതിയുണ്ട്. അവൻ എന്ത് ചെയ്തു, നല്ല സ്ഥലത്ത് ഇറങ്ങുന്ന അവനോടും ഒരേ കലിമത്ത ഓഫീസർ പറഞ്ഞത്. പക്ഷെ ഇയാൾ എന്ത് ചെയ്തു,
ഒരല്പം നനവുള്ള ഇളക്കമുള്ള മണ്ണിന്റെ അടുക്കൽ ഒന്നും കൂടി ഇളക്കിയിട്ട് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഈ സാധനം ഇവിടെ കൊണ്ടിട്ടു. കാണാൻ ഭംഗിയൊന്നുമില്ല, പക്ഷെ നല്ല വളക്കൂറുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസം കഴിയുമ്പോൾ ആരാടാ ഞാനാടാന്ന് വെച്ചിട്ട് ഈ സാധനം ഇങ്ങനെ വരാൻ തുടങ്ങി. കയ്പൊക്കെ ഉണ്ട്, കോയൊക്കെ ഉണ്ട്, ഔക്കർക്ക ഉണ്ട്, ഒക്കെ മാപ്പിളയാ. പച്ചക്കറി മുഴുവനും മാപ്പിളയാ. ഹജ്ജിന് പോയ ആള് വരെ കൂട്ടത്തിലുണ്ട്. KV ഹാജി, നിങ്ങൾ കണ്ടിട്ട് വെളുത്ത് നല്ല സ്റ്റൈലുള്ള, നിങ്ങളെ നാട്ടിൽ എന്താ പറയാ, KVJ എന്നല്ലേ പറയാ, വെളുത്തിട്ട് നല്ല ഉഷാറുള്ള ആള്. ഇപ്പൊ ഹജ്ജിനെല്ലാം പോയി വന്നതാ, നല്ല ഉഷാറാ. എനിക്ക് പച്ചക്കറി കടയൊന്നുമില്ല, നമ്മളെല്ലാം പച്ചക്കറി എല്ലാം കഴിക്കാൻ വേണ്ടി തുടങ്ങണം. വേദന മുസ്താനത് കിട്ടലില്ല, കിട്ടിയാൽ തന്നെ കഴിക്കാൻ കഴിയുകയും ചെയ്യില്ല. അള്ളാഹു റഹ്മത്താക്കി തരട്ടെ. നമ്മളെല്ലാം ആടും കോഴിയും മീനെല്ലാം കൂടി അടിച്ചടിച്ചടിച്ച് ഓരോരാളുടെയും പട്ടിയും വേറെല്ലാം ഓട്ടോറിക്ഷ കയറ്റാൻ മാത്രമായി. നടക്കാൻ കഴിയുന്നില്ല, മുട്ടുവേദന, കാലുവേദന, പ്രയാസങ്ങൾ, വിഷമങ്ങൾ ഒക്കെ അള്ളാഹു തീർത്തു തരട്ടെ, അള്ളാഹു സലാമത്താക്കി തരട്ടെ. ഇടക്കിടക്ക് പച്ചക്കറിയെല്ലാം കഴിച്ചോളൂ. അപ്പൊ ഏതായാലും പച്ചക്കറി വാങ്ങി കഴിക്കുന്നതിനേക്കാൾ നല്ല പുറക്കന്നെ ഉണ്ടാക്കി കഴിക്കല. എന്നാ പിന്നെ നല്ല റാഹത്ത് തന്നെ ബിസ്മിയും കൂട്ടി കഴിക്കാം. മറ്റത് എപ്പോഴെല്ലാം അതിനും കൂടെ വളമിടാൻ തുടങ്ങി. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞത്, ഈ കൃഷിയിടുന്ന സ്ഥലം അതിന്റെ ഭംഗിയല്ല, മറിച്ച് അതിന്റെ ഫലമാണ് നോക്കേണ്ടത്. ഇവിടെ ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോ ഉമ്മയെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കല്യാണം കഴിക്കണം, ആ സമയത്ത് തന്നെ ഇവൻ തെരഞ്ഞെടുക്കണം നല്ല പെൺകുട്ടി. എന്റെ മകൻ നന്നാകാൻ, എന്റെ മകള് നന്നാകാൻ, എനിക്ക് ആഖിറത്തിൽ എന്നെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മകനും മകളും ഉണ്ടാകാൻ അവിടെ തുടങ്ങണം പണി. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ആ വിഷയം, ആമുഖം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കല്യാണം നല്ല ഉഷാറായിട്ട് കല്യാണമൊക്കെ കഴിച്ചു വൈവാഹിക ജീവിതമൊക്കെ മറ്റു ഉസ്താദുമാര് പറഞ്ഞ് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നമുക്കൊരു നല്ല കുട്ടിയെ കിട്ടണം, നമുക്കൊരു നല്ല കുട്ടിയെ കിട്ടണം. ആ കുട്ടിയെ വേണം നമുക്കൊന്ന് സംസ്കരിക്കാൻ. ഈ കുട്ടി നമ്മുടെ ഭാര്യന്റെ പള്ളയെന്ന് നമുക്ക് കിട്ടുന്ന ഈ സമ്മാനം, സഹോദരങ്ങളെ, നാളെ ഒരുപക്ഷേ നമുക്ക് വലിയ സന്തോഷം തരും, ചിലപ്പോൾ നമ്മുടെ കണ്ണ് നനയിക്കും. നോക്ക്, നിങ്ങളൊരു ബാപ്പയോട് ചോദിക്കുന്നു, നിങ്ങളെ മകനും നിങ്ങളും തമ്മിൽ എങ്ങനെ? ഒരു ഉമ്മയോട്, പ്രായമുള്ള ഉമ്മയോട് ചോദിക്കും, നിങ്ങളും മക്കളും തമ്മിൽ എങ്ങനെ? ഉമ്മാന്റെയും ബാപ്പന്റെയും മറുപടി, എനിക്ക് രോഗമാണെന്ന് മകനോട് പറയാൻ വെറുപ്പാണ്, താല്പര്യമില്ല. ഞാൻ ചെറിയ രോഗങ്ങളൊന്നും എന്റെ മകനെ അറിയിക്കാറില്ല, കാരണം എനിക്ക് രോഗമാണെന്നറിഞ്ഞാ അവന് വലിയ സങ്കടമാണ്. പിന്നെ അവൻ ഫോൺ വെക്കൂല, ഒരേ വിളിയാ. പിന്നെ ഡോക്ടർ അടുത്ത് പോണ്ട തിരക്കിലാണ്. എനിക്കാണെങ്കിൽ ഗുളിക കഴിക്കാൻ മടിയാ. മകനാണെങ്കിൽ ഞാൻ കഴിക്കാതെ ഭക്ഷണം കഴിക്കൂല. എനിക്ക് രോഗമാണെന്നറിഞ്ഞാ പിന്നെ അവനൊരു വല്ലാത്ത ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ അവനെ സങ്കടപ്പെടുത്താതിരിക്കാൻ ചെറിയ ചെറിയ രോഗങ്ങളൊന്നും ഞാൻ എന്റെ മോനോട് പറയാറില്ല. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാര് മക്കളെ, നമ്മുടെ പാപ്പക്കും നമ്മുടെ ഉമ്മക്കും നമ്മളെ കുറിച്ച് അങ്ങനെയാണ് അഭിപ്രായമെങ്കിൽ ആ വകയിൽ തന്നെ സ്വർഗത്തിനൊരു ചാൻസ് കാണുന്നുണ്ട്. ഒരു ബാപ്പയോട് ചോദിക്കാൻ, നിങ്ങളെ മകൻ എങ്ങനെ, നിങ്ങളെ മകൾ നിങ്ങളോട് എങ്ങനെയാ സമീപനം? ഉപ്പാന്റെ ഉമ്മാന്റെ മറുപടി, എന്റെ മകനോട് രോഗമാണെന്ന് പറയാൻ പേടിയാണ്, എന്റെ മകനോട് രോഗമാണെന്ന് പറയാൻ പേടിയാണ്. അവൻ ചോദിക്കുന്നത് വേറെ പണിയൊന്നുമില്ലേ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ എന്നാ ചോദിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ആശുപത്രി കൊണ്ടുപോകാൻ തന്നെയാണോ ഞങ്ങൾക്ക് പണി? ഉള്ളത് മുഴുവനും ഞങ്ങൾക്ക് നിങ്ങളെ കൂക്ക് വേണ്ടി ആശുപത്രി കൊടുക്കാനേ ഉള്ളൂ എന്നാ മക്കള് പറയുന്നത്. അതുകൊണ്ട് മകനെ പ്രയാസപ്പെടുത്താതിരിക്കാൻ, അവന്റെ മുഖം വെറുക്കുന്നത് കാണാതിരിക്കാൻ ഞാൻ എന്റെ മക്കളോട് രോഗമാണെന്ന് പറയാൻ ഞങ്ങൾക്ക് പേടിയാണ്. ഓ മക്കളെ, നമ്മൾ എത്ര വലിയ പറക്കുന്നവരായാലും, എത്ര വലിയ സംഭാവന കൊടുക്കുന്നവരായാലും, ബാപ്പക്കും ഉമ്മക്കും നിന്നെ കുറിച്ച് അങ്ങനെയാണ് അഭിപ്രായമെങ്കിൽ നരകത്തിനും ഒരു ചാൻസ് കാണുന്നുണ്ട്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഖുർറത്തുൽ ഐനായ മക്കളായില്ല. ഇത് ദുന്യാവിലെ അവസ്ഥയാ ഞാൻ പറഞ്ഞത്. ബാപ്പയെ ഉമ്മയെയും പട്ടിണിക്കിടുന്ന മക്കളുണ്ട്, ബാപ്പയെ ഉമ്മയെയും പൊന്നുപോലെ രാജാക്കന്മാരായി വാഴിക്കുന്ന മക്കളുമുണ്ട്. സുഹൃത്തുക്കളെ, നാളെ മഹ്ശറയിൽ ഒരു സമയത്ത് ഇദാ ഫാറഖൽ ഫരീഖാനി ഫരീഖുൻ ഫിൽ ജന്നതി വഫരീഖുൻ ഫിസ് സഈർ, ഒരു വിഭാഗം സ്വർഗ്ഗത്തിലേക്ക്, മറുവിഭാഗം നരകത്തിലേക്ക് പടച്ചവന്റെ തീരുമാനം വരുമ്പോ, അല്ലാഹുവിന്റെ അചഞ്ചലമായ വിധി അങ്ങ് വരുന്ന സമയത്ത് ബാപ്പയതാ സ്വർഗത്തിലേക്ക് പോവുകയാണ്, ഉമ്മ സ്വർഗത്തിലേക്ക് പോവുകയാണ്. അവര് നല്ല തഹജ്ജുദ് നിസ്കരിച്ചവരാണ്,
അവര് മാന്മാരുടെ മഖാമിൽ വന്നിട്ട് ഉഖറവിയായ മദദിന് കാവലിന് വേണ്ടി ചോദിച്ചവരാണ്. അവരെപ്പോഴും അല്ലാഹുവിന്റെ റഹ്മത്ത് അറിഞ്ഞവരാണ്. അവര് നല്ല നിലക്ക് ജീവിച്ചവർ. അവര് സ്വർഗത്തിന്റെ ലിസ്റ്റിലാണ്. അവര് സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്തല്ലേ വഴിയിൽ മക്കള്, ചെറുപ്പക്കാര് മക്കള് ചാടി വീഴുന്നത്. അല്ലാഹ് ഞങ്ങളെ മാതാപിതാക്കളാണ് ഞങ്ങൾക്ക് പിഴക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്നത്. നാട്ടിൽ എത്രേ നല്ല സ്കൂൾ ഉണ്ടായിരുന്നു. ജമാഅത്ത് കമ്മിറ്റി നടത്തിയ സ്കൂള്, നമ്മുടെ നാട്ടിൽ എത്രയോ മുസ്ലിം മാനേജ്മെന്റ് നടത്തിയ സ്കൂൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ചേർത്തില്ല. എന്റെ മകൻ കലക്ടറാകണം, എന്റെ മകൻ പ്രധാനമന്ത്രിയാകണം, രാഷ്ട്രപതിയാകണം. അതേ കണ്ടൻ ട്രൗസർ ഇട്ടിട്ട് പോകുന്ന സ്കൂളിൽ പോയാലേ ഉപ്പാക്കങ്ങ് റാഹത്താകൂ. എത്ര ലക്ഷം കൊടുത്താലും സാരമില്ല, എന്റെ മകന്റെ വിദ്യാഭ്യാസം അങ്ങ് പറക്കണോന്ന് കരുതിയിട്ട് ഞങ്ങളെ നിസ്കാരം ഖളാകുന്ന സ്കൂളുകളിൽ കൊണ്ടുപോയി ചേർത്തിട്ട് ഞങ്ങളെ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അകറ്റിയതിന് കാരണക്കാരൻ ബാപ്പയാണല്ലോ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതും ചോദിക്കുന്ന സമയത്ത് സമ്പത്തെടുത്തു തന്ന് ഞങ്ങളെ പിഴപ്പിക്കാൻ കാരണക്കാരൻ ഞങ്ങളെ ഉമ്മയാണല്ലോ. അവര് തഹജ്ജുദ് നിസ്കരിച്ചപ്പോ അപ്പുറത്തെ റൂമിലെ ഞങ്ങളെ വിളിച്ചില്ല. ബാപ്പ വടിയും കുത്തി പള്ളിയിൽ പോകുമ്പോ വീട്ടിൽ നിന്ന് പാട്ട് കേൾക്കുന്ന ഞങ്ങളെ വിളിച്ചില്ല. ഉമ്മ അപ്പുറത്തെ റൂമിൽ നിന്ന് ഖുർആൻ കണ്ണട വെച്ചിട്ട് ഓതുമ്പോ ഇപ്പുറത്തെ റൂമിലിരുന്ന് സീരിയല് കാണുന്ന മകളായ എന്നെ വിളിച്ചില്ല. അതൊന്നും ഓഫ് ചെയ്യാൻ പറഞ്ഞിരുന്നില്ല. മക്കളെ കാര്യം അവര് നോക്കിയില്ല. അവരവരെ കാര്യം മാത്രം നോക്കിയിട്ട് അവര് സ്വർഗത്തിലേക്ക് പോകുമ്പോ ഞങ്ങളെ നരകത്തിലെത്തിക്കാൻ അവരാണ് കാരണക്കാര്. അവരെ വിടൂല അല്ലാഹ്. അവരെ ഒന്ന് മലർത്തിക്കെടുത്തു. ഞങ്ങളവരെ നെഞ്ഞത്ത് ഞങ്ങളെ കാല് കൊണ്ടൊന്ന് ചവിട്ടട്ടെ. ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കൂ. മാതാപിതാക്കളെ, സ്വർഗത്തിലേക്ക് പോകുന്ന മാതാപിതാക്കളുടെ വഴിയിൽ അവരെ തടഞ്ഞു വെച്ച് നമ്മുടെ പാല് കൊടുത്ത് പോറ്റി വളർത്തിയ പൊന്നും മക്കള് നമുക്കെതിരാകുമേ. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആഖിറത്തിലെ മക്കള് ഖുർറത്തു ഐനായ മക്കളായില്ല. അതേ സമയത്ത് സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്ക്, ഹബീബായ തങ്ങൾ പറയുന്നു, നരകത്തിലേക്ക് പോകാൻ ഒരു മാതാപിതാക്കൾ അവര് നരകത്തിലായി പോയി. അവര് നരകത്തിലേക്ക് പോകുമ്പോ നരകത്തിലേക്ക് ആരെങ്കിലും സന്തോഷത്തിൽ പോകൂല. സബഹാനിയാക്കള് കുടുക്കി വലിക്കുകയാണ്. ഇന്നലദൈന അൻകാലം വജഹീമാ, കുടുക്കി വലിക്കുന്ന ചങ്ങലയുണ്ടേ നബിയേ. വതുആമൻ ദാ ഗുസ്സത്തിൻ, മുള്ളുകളുള്ള ഭക്ഷണമുണ്ടേ നബിയേ. ആളിയാളി കത്തുന്ന ജഹന്നമുണ്ടേ നബിയേ. വഅദഹബൻ അലീമാ, കഠിന കഠോരമായ വേദനയുള്ള ശിക്ഷയുണ്ടേ നബിയേ. പരിശുദ്ധ ഖുർആൻ നരകത്തിന്റെ ഗൗരവം പറഞ്ഞതാണ്. ആ നരകത്തിലേക്ക് ആരും സന്തോഷത്തോടെ പോകൂലല്ലോ. സബഹനിയാക്കളായ മലക്കുകൾ ഒരു വലിയുണ്ടേ ചെറുപ്പക്കാരാ. മൂർദാവും പാദങ്കാലൊക്കെ വലിഞ്ഞു കെട്ടിയിട്ട് ലോഡിങ് തൊഴിലാളികൾ ചാക്ക് കെട്ടെറിയുന്നത് പോലെ സബഹനിയാക്കൾ ഒരു ഏറുണ്ട്. അതേ, ആ എറിയാൻ വേണ്ടി കെട്ടിവലിക്കുന്ന സമയത്ത് മക്കളായ ചെറുപ്പക്കാരും മക്കള് വന്നിട്ട് പറയുന്ന അല്ലാഹ്, ഞങ്ങൾക്ക് നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലുള്ള ലിസ്റ്റിലാണ് ഞങ്ങൾ പെട്ടത്. മക്കള് വന്നിട്ട് പറയുന്നു, ഞങ്ങള് സ്വർഗത്തിന്റെ ലിസ്റ്റിലാണ് പെട്ടത്. ഞങ്ങള് സ്വർഗത്തിൽ പോയി ഞങ്ങളെ സ്വർഗത്തിന്റെ ലിസ്റ്റ് നോക്കുമ്പോ ഞങ്ങളെ ഉമ്മാനെയും ബാപ്പാനെയും അതിൽ കാണുന്നില്ല. അവര് നരകത്തിന്റെ ലിസ്റ്റിലാണുള്ളത്. ഞങ്ങൾക്ക് വേണ്ടി രാത്രി ഉറക്കമൊഴിച്ചതിനാലാണ് എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ചതിനാൽ സുബഹിക്കുറങ്ങിപ്പോയി. എന്നെ പോറ്റാൻ വേണ്ടിയിട്ട് പാടുപെട്ട് പണിയെടുത്തതിനാൽ, ഓവർ ടൈം അധ്വാനിക്കേണ്ടി വന്നതിനാൽ പലപ്പോഴും വാപ്പയ്ക്ക് കൃത്യമായി നിസ്കരിക്കാൻ പറ്റിയില്ല. മനഃപൂർവമല്ല, അവരുടെ ഫലമല്ലേ ഞങ്ങൾ നന്നായത്. ഞങ്ങൾക്ക് നിന്റെ ഔദാര്യം കൊണ്ട് നീ സ്വർഗം തന്നിരിക്കുന്നു. പക്ഷേ ഞങ്ങളെ വളരെ വേദനയോടെ ഗർഭം വന്നതിനേക്കാൾ വേദനയോടെ പ്രസവിച്ച് മുലയൂട്ടി താരാട്ടുപാടി വളർത്തിയ ഉമ്മയും ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് ജന്മം നൽകിയ പ്രിയപ്പെട്ട ബാപ്പയും നരകത്തിൽ കടക്കുമ്പോ നീ തന്ന സ്വർഗം ഞങ്ങൾക്ക് സന്തോഷമാകൂല.
അതുകൊണ്ട് ഞങ്ങളുടെ ബാപ്പനെയും ഉമ്മനെയും ഞങ്ങളുടെ കൂടെ നിന്റെ ഔദാര്യം കൊണ്ട് തന്നെ ഒന്ന് സ്വർഗത്തിൽ കടത്തിത്തരണം ആഖിറത്തിൽ ഖുർറത്ത് ഐനായ മക്കൾ വേണം. അല്ലാഹ് മക്കളെ അങ്ങനെ ആക്കി തരട്ടെ. ആ നിലക്ക് മക്കളുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഉമ്മാന്റെ ഭാര്യന്റെ കയ്യിൽ നിന്ന് കിട്ടണ ഈ സാധനം, ഈ ചെറിയ സാധനം ചിലപ്പോൾ നമ്മളെ നരകത്തിലേക്കും വലിച്ചേക്കാം, ചിലപ്പോൾ നമ്മെ സ്വർഗത്തിലേക്കും എത്തിച്ചേക്കാം. അത് ഏതാണ് വേണ്ടത് എന്ന് തീരുമാനിക്കാനാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ നല്ല പെണ്ണിനെ തെരഞ്ഞെടുത്ത് കല്യാണം കഴിക്കണം. മതബോധമുള്ള പെണ്ണിനെ തെരഞ്ഞെടുത്ത് കല്യാണം കഴിക്കണം. മതബോധമുള്ള പെണ്ണിനെ തെരഞ്ഞെടുത്തിട്ട് കൃഷി ഇറക്കാൻ പറ്റുന്ന നിലക്ക് വിത്തിറക്കിയിട്ട് നല്ല ഫലമുള്ള മകനെയും മകളെയും ഉണ്ടാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിക്കാനും സന്തോഷിക്കാനും നമുക്കല്ലാഹ് അവസരം തരട്ടെ. സുഹൃത്തുക്കളെ, ഒരു കുട്ടി ലോകത്തേക്ക് വരികയാണ്. ഒരു കുട്ടി, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു മകൻ. നമ്മുടെ മകനെന്നു മാത്രമല്ല, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ കൂടുതൽ പ്രസവിക്കുന്ന സ്നേഹനിധികളായ പെണ്ണിനെ കെട്ടിക്കൂ. നാളെ ആഖിറത്തിൽ ഉമ്മത്ത് അനുയായികൾ അധികരിച്ചവനായി വരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാര്യ പ്രസവിച്ച നമ്മുടെ കുട്ടി മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായി ഒരു കുട്ടി വരികയാണ് ഈ പ്രപഞ്ചത്തിന്റെ പ്രതലത്തിലേക്ക്. ഉമ്മാന്റെ പള്ളയിൽ നിന്ന് നിന്റെ മകനായിട്ട് നാം പ്രസവിക്കുന്ന ഒരു കുട്ടി ലോകത്തേക്ക് വരികയാണ്. ഉമ്മ നമ്മുടെ മകനും മകളുമായിട്ട്. ആ കുട്ടിയോട് ശരീഅത്തുൽ ഇസ്ലാമിന്റെ നിബന്ധനകളൊന്നും ബാധിക്കുന്നില്ല, ശരീഅത്തുൽ ഇസ്ലാമിന്റെ തീരുമാനങ്ങളൊന്നും ആ കുട്ടിയോട് ഇപ്പോൾ ബന്ധിക്കുന്നില്ല. പക്ഷേ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്ക് കുറെ ബാധ്യതകൾ പരിശുദ്ധ ഇസ്ലാം വെക്കുന്നു. പരിശുദ്ധ ഇസ്ലാം അത് പഠിപ്പിക്കുന്നു. അത് പ്രാവർത്തികമാക്കണം. ആ കുട്ടിയൊന്ന് നന്നാകാൻ, ആ കുട്ടിയൊന്ന് സംസ്കാരമുള്ളവരാകാൻ. അതിനാദ്യം വേണ്ടത്, സുഹൃത്തുക്കളെ, നമ്മുടെ കുട്ടിയെ നമുക്കൊന്ന് കയ്യിൽ കിട്ടിയാൽ ആ കുട്ടിയുടെ ശ്രവണപടങ്ങളിലേക്ക് കേൾവി ശക്തി ഫിറ്റ് ചെയ്ത അല്ലാഹ് അവന്റെ പേരൊന്ന് ആദ്യം പറഞ്ഞു കൊടുക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കുട്ടിയെ കിട്ടിയ ഉടനെ അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആദ്യം തന്നെ ഇതങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. എപ്പോഴാ പറയേണ്ടത്, ആരാ പറയേണ്ടത്? അത് അടുത്ത ആരോണോ മൂമിനായിട്ടുള്ളത് അവര് പെട്ടെന്ന് പറയണം. ദുന്യാവിന്റെ കശപിശ ശബ്ദങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് പറയാൻ. പക്ഷെ ഇന്നതിന് സമയം കിട്ടലില്ല. ഇന്നിപ്പോ പ്രസവിച്ചു, കുട്ടിയേതാ? ആൺകുട്ടിയാന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല റാഹത്തിൽ മുഖമൊന്ന് തെളിയും. പെൺകുട്ടിയാന്ന് പറയുമ്പോൾ പറയുന്നവനും ഒരു വിഷമം, കേൾക്കുന്നവനും ഒരു വിഷമം. ഇപ്പൊ കുറച്ചൊക്കെ മാറി വരുന്നുണ്ട്. കാരണം പെൺകുട്ടികളെ കിട്ടാനില്ല. നിങ്ങളൊക്കെ നാട്ടിന്റെ അവസ്ഥ അതാ, പെൺകുട്ടികളെ കിട്ടാനില്ലാണ്ട് ചെറുപ്പക്കാരിങ്ങനെ പെൺകുട്ടികളെ കിട്ടാനുണ്ട്. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഖൈറു മതാഇഹ അൽ മർഅതു സ്വാലിഹ എന്ന് പറഞ്ഞില്ലേ, സ്വാലിഹത്തായ പെൺകുട്ടിയെ കിട്ടാനില്ല. അവിടെ പണി. അല്ലാഹു നന്നാക്കി തരട്ടെ നമ്മളെയൊക്കെ. പെൺകുട്ടികളെ കുഴിച്ചുമൂടിയ പരിസരമായിരുന്നു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിസരം. അതേ സമയത്ത് ഇന്നിപ്പോ ജനിക്കാൻ തന്നെ അവസരം കൊടുക്കാണ്ട് ഉള്ളം തന്നെ കഷ്ണിച്ച് കളയുന്ന അവസ്ഥകൾ എത്രയോ കണ്ടുവരുന്നു. അല്ലാഹു കാക്കട്ടെ. പെൺകുട്ടി ജനിച്ചാലോ, ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹ് 25 ലക്ഷം പൈസ കണക്കൂട്ടണം. അങ്ങനെ ആകാൻ പാടില്ല. ഒരു ഉസ്താദ് പറഞ്ഞു, പള്ളിയിലെ ഉസ്താദിനോട് ഒരാൾ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ എന്റെ ഭാര്യ പ്രസവിച്ചു. ഉസ്താദ് ചോദിച്ചു, അൽഹംദുലില്ലാ, എന്താ കുട്ടി? അപ്പൊ ഇയാൾ അപ്പുറത്തെ ആളെ സൗണ്ട് കുറച്ച് കുറഞ്ഞു. അയാൾ പറഞ്ഞു, പെൺകുട്ടിയാണ്. ആദ്യം ഉഷാറിൽ, ആ ഉഷാറിൽ രണ്ടാമതില്ല, പെൺകുട്ടിയാണ്. അപ്പൊ ഇയാൾ ചോദിച്ചു, എന്താ ചോദിച്ചു? ഉസ്താദ് പെൺകുട്ടിയാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അൽഹംദുലില്ലാ, നല്ലതാണ് മോനെ, വീട്ടിലെ വിളക്കാണ് പെൺകുട്ടി എന്ന്. അപ്പോ ഇയാള് പറഞ്ഞു, ഇങ്ങനത്തെ വിളക്ക് കുറെ ഉണ്ട് ഉസ്താദെ, പേർക്ക് ഒഴിക്കാൻ എണ്ണയില്ല. പെൺകുട്ടികളെ കിട്ടുന്ന ഒരു ബേജാറാണ് മനുഷ്യന്മാർ. അങ്ങനെ ആകാൻ പാടില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവൻ പഠിച്ചില്ല. മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ കഹതൈൻ. രണ്ട് പെൺകുട്ടികൾ ഒരാൾ വളർത്തിക്കൊണ്ടുവന്നാൽ
അവർക്ക് പ്രായപൂർത്തിയാകുന്നവരെ അവരുടെ കണ്ടീഷനിൽ അവരെ വളർത്തിക്കൊണ്ടുവന്ന് കെട്ടിച്ചയച്ചാൽ ഞാനും അവനും സ്വർഗത്തിൽ ഇത് പ്രകാരം അടുത്തിട്ടുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ട് മക്കളുള്ള രണ്ട് പെൺകുട്ടികളുള്ള ബാപ്പമാർക്ക് സന്തോഷം, 3 മക്കളുള്ള പെൺകുട്ടികളുള്ള ബാപ്പമാർക്ക് അതിനേക്കാൾ സന്തോഷം. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. നമുക്ക് അള്ളാഹു നല്ല ആൺമക്കളെയും പെൺമക്കളെയും അള്ളാഹു നൽകട്ടെ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ചില ആളുകൾക്ക് ഭാര്യമാരോട് ഭയങ്കര വെറുപ്പായിരിക്കും. പെൺകുട്ടിനെ പ്രസവിച്ചാൽ ഭയങ്കര വെറുപ്പായിരിക്കും ഭാര്യനോട്. ഈ അടുത്തൊരാൾ പറഞ്ഞു, ഭാര്യനെ പെൺകുട്ടിനെ പ്രസവിച്ചപ്പോൾ അയാൾ പോയി വേറെ കല്യാണം കഴിച്ചു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ ആകാൻ പാടില്ല. അള്ളാഹു റഹ്മത്താക്കി തരട്ടെ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒതു എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത്, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒതു കൊടുത്തിട്ടില്ല, ഇങ്ങനെ ഇവിടെ ആർക്കും വാച്ചൊന്നും കൊടുത്തിട്ടില്ല. ഒരു ഈ ലഡാക്ക് വാച്ച് ഞാൻ ഊരിയിട്ട് അയാളെ കയ്യിൽ കൊടുത്തു. ഒരു ഉദാഹരണത്തിന് ഈ ലഡാക്ക് വാച്ച് ഊരിയിട്ട് ഒരാളെടുത്തേക്കണം, അയാളെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഒതു കൊടുത്തിട്ട് വരുമ്പോൾ അയാളോട് വാച്ച് വെച്ചു. അപ്പൊ അയാൾ എനിക്ക് ഈ വാച്ചല്ലേ തരിക. ഇത് തരുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് റാഡോ തന്നെ കിട്ടണം, എനിക്ക് റാഡോ തിരിച്ചു കിട്ടണമെന്ന് നടക്കുവോ? ഞാൻ കൊടുത്തല്ലേ ഇങ്ങോട്ട് കിട്ടുക. ഇതന്നെ മക്കളെ കാര്യത്തിൽ മനസ്സിലായോ? നമ്മൾ അങ്ങോട്ട് കൊടുത്തതാണ് ഈ പെണ്ണിന് ഇങ്ങോട്ട് തരാൻ കഴിയും. പെൺകുട്ടി ഉണ്ടാകേണ്ട സംഗതി നീ അങ്ങോട്ട് കൊടുത്തു, അതുകൊണ്ട് ആ പെൺകുട്ടിന് ഇങ്ങോട്ട് കിട്ടിയത്. ആൺകുട്ടിനെ ഉണ്ടാകേണ്ട സംഗതി അങ്ങോട്ട് കൊടുത്ത് ആൺകുട്ടികളെ കിട്ടും. അള്ളാഹു നമ്മളൊക്കെ കൽബ് നന്നാക്കി തരട്ടെ. ചെറിയ ഒമാക്സിന്റെ വാച്ച് കൊടുത്തിട്ട് റാഡോ വാച്ച് തിരിച്ചു വയ്ക്കുന്ന പരിപാടിയാ പെമ്മക്കളെ കിട്ടുമ്പോ ഭർത്താവിന്റെ മുഖം ചുളിയുന്ന പരിപാടി. അത് പാടില്ല. ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് ചില ആളുകൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺകുട്ടികളെ മാത്രം നൽകുന്നു. ചില ആളുകൾക്ക് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺകുട്ടികളെ മാത്രം നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റഹനം വ ഇനാസാ. ചില ആളുകൾക്ക് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നൽകുന്നു. വയജഅലു മൻ യശാഉ അഖീമാ. ചില ആളുകളെ അല്ലാഹു തആല സന്താന സൗഭാഗ്യമില്ലാതെയാക്കുന്നു, അവര് പ്രസവിക്കുന്നില്ല. മക്കളില്ലാത്ത എല്ലാവർക്കും നമ്മുടെ സദസ്സിലുള്ളവർ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും അല്ലാഹു മക്കളെ കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് പ്രസവിക്കുന്ന സമയത്ത് ദിക്റെല്ലാം സമയമില്ല, നമ്മൾ മക്കളെ ബഹുമാനം നോക്കുന്ന പരിപാടി ഒന്നും പറ്റൂല. കേട്ട ഉടനെ ആദ്യം തന്നെ നമുക്ക് കുട്ടിയെ കയ്യിൽ കിട്ടിയാൽ ആദ്യം തന്നെ കുട്ടിന്റെ കാതിലേക്ക് ഈ ലോകത്തിന്റെ കശപിശ ശബ്ദം വരുന്നതിന് മുമ്പേ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്ക് കൊടുക്കണം. ഞാൻ കാഞ്ഞങ്ങാട് ഒരു ഹോസ്പിറ്റലിൽ എന്റെ നാട്ടിന്റെ അടുത്തുള്ള ഒരാൾ അഡ്മിറ്റായി. അങ്ങനെ ഞാൻ ഈ മംഗലാപുരം ഭാഗത്ത് വാതിന് വരുമ്പോ ഏകദേശം ഒരു ളുഹ്റ് കഴിഞ്ഞിട്ട് 2-3 മണിയായിട്ടുണ്ടാവും. അവിടെ ഹോസ്പിറ്റലിൽ കയറി ആളെ കാണാൻ. അപ്പൊ ഞാൻ അവിടെ വണ്ടി ഇറങ്ങിയപ്പോ ആ ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് കയറിയപ്പോ ഒരാൾ എന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളെ പോലത്തെ ഒരാളെ കാത്തു നിൽക്കായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ അയാളോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങളെന്താ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാനാണോ? അപ്പൊ അയാൾ പറഞ്ഞു, അല്ല, എന്റെ മകള് പ്രസവിച്ചു, കുട്ടിക്ക് വാങ്ങി കൊടുക്കാനാണ്. അല്ലാ, കുട്ടിക്ക് വാങ്ങി കൊടുക്കൽ നല്ലതാണ്, കാരണം ബാങ്കാടെ കൊടുത്താലും കൂലി കിട്ടും, സുന്നത്തല്ലേ. പക്ഷേ ചില സമയങ്ങളിൽ ഇപ്പോഴത്തെ കാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ട സമയം, ഇല്ലെങ്കിൽ നമ്മൾ ആപ്പിലേക്ക് പ്രസവ തിയേറ്ററിന്റെ മുമ്പ് പോയിട്ട് നമ്മൾ കുട്ടിനെടുത്ത് ബാങ്ക് കൊടുക്കാമെന്നത് ഏതെങ്കിലും ചങ്ങായി ഫേസ്ബുക്കിൽ ഇട്ടെങ്കിൽ കണക്കായി, പിന്നെ അതിനെ കൊണ്ടായിരിക്കും നമ്മൾ ദുനിയാവുന്നു എന്ന് പോകും. അതുകൊണ്ട് ഇന്ന് വളരെയേറെ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. എന്റെ നാട്ടിൽ ചങ്ങായി ബസ് കയറാൻ വേണ്ടി ഓടി ബസ് കയറാൻ വേണ്ടി വന്നു. എന്റെ നാട് തന്നെ 63 വർഷം ഉള്ളോട്ടാ, കിഴക്ക് ഭാഗം. അപ്പോ അവിടെ ബസ് രാവിലെ പോയാൽ ഉച്ചക്ക് വൈകുന്നേരം അങ്ങനെയല്ലേ ഉണ്ടാവും, ഇംഗ്ലീഷ് കുളിയേക്കുന്ന പോലെ. അപ്പോ ഒരു ചങ്ങാതി ഓടി ബസ് കയറാൻ വേണ്ടി വന്നു. ബസ് എടുത്തെത്തി മുക്കിണി നിന്നിട്ട് ബസ് വിട്ടു. ഇവനാകെ സങ്കടമായി, ബസ് പോയി. ഒരു മഴന്റെ കാല, ചെറിയൊരു മഴയുള്ള സമയം. ഇവൻ ഒന്ന് കാല് തെന്നി അവിടെ സ്ലിപ്പായിട്ട് ഇവന്റെ ഫാൻസ് ഒന്നും നനഞ്ഞു, ചളിയായി. ഇവനിങ്ങനെ അത് തട്ടിക്കൊടയുമ്പോ ഇവന്റെ ഫോൺ ഉണ്ട് കിണിന്ന് അടിക്കുന്നു. എടുത്തു നോക്കുമ്പോ ഗൾഫിൽ നിന്ന് ഒരു ചങ്ങാതി വിളിക്കാം. ഇവനോട് ചോദിക്കുന്നത്, നീ എന്താണ് ചളിയിൽ വീണ ചിരിയിരിക്കുന്നത്?
ഗൾഫിൽ നിന്ന് ചോദിക്കാം 4000 കിലോമീറ്റർ അപ്പുറത്തും. ഇവന് അത്ഭുതം. ഇവൻ ചോദിച്ചു ഇങ്ങനോട് ഞാൻ തന്നെ ഫുള്ള് കണ്ടിട്ടില്ല വീണത്, നീ എങ്ങനെയാ കണ്ടത്, നീ നാട്ടിലെത്തിയോ? ഇല്ല, ഞാൻ എത്തിയിട്ടില്ല. അവിടെ അടുത്തൊരു കടയുണ്ട്, നീ അങ്ങോട്ട് നോക്കുമ്പോ അവിടെ ഒരു ഫിതന ബസാറുണ്ട്, ചെറിയൊരു കട. അവിടെയാണ് എല്ലാ ഇൻഫർമേഷൻ ബ്യൂറോ, എല്ലാ അറിവും അവിടെ ഉണ്ടോ. അപ്പൊ അവിടെയുള്ള ഒരു ചങ്ങാതി വെറുതെ മൊബൈലും കൊണ്ട് കളിക്കുകയാണ്. അപ്പോഴാണ് ഇവൻ ബസ് വരുന്നത്, ഇവൻ കിട്ടാതിരിക്കുന്നത്, ഓടുന്നത്, വീഴുന്നൊക്കെ കാണുന്നത്. ഇവൻ ക്ലിക്ക് 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 3-4 ക്ലിക്ക് ആക്കിയിട്ട് ഇവൻ ലൈനിലുള്ള ഇവനൊരു ചങ്ങാതിക്ക് വിട്ടതാ. അപ്പൊ അവനെന്ത് ചെയ്ത് ഫോൺ കട്ടാക്കി നേരെ ഇവൻ ഇങ്ങോട്ട് വിളിച്ചതാണ്. അതാ സംഗതി. ഇവൻ തന്നെ ഫുള്ള് കണ്ടിട്ടില്ല, എവിടെയൊക്കെ ചളിയായിട്ടുണ്ട്. അതിന് മുമ്പേ മറ്റോ വിളിച്ചേക്ക്, നീ എന്താണ് ചളിയിൽ വീണ ചിരിയിരിക്കുന്നത്? ഇതാണ് ഒരു ഇന്റർനെറ്റ് യുഗം ചുരുങ്ങിയ നിൽക്കുക കേട്ടോ. ഖുർആനിൽ കണ്ടപ്പോ നമുക്ക് അത്ര അങ്ങോട്ട് ബോധ്യപ്പെട്ടില്ല. ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ആശുപത്രിയിൽ പോയി അങ്ങനെ നിൽക്കണം പറ്റില്ല. കുറച്ച് നല്ല ശ്രദ്ധയോട് വേണം ജീവിക്കാൻ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എപ്പോഴാണ് പ്രസവിച്ചതെന്ന് വെച്ചു. അപ്പോൾ ഒരു 12:30 മണിയായിട്ടുണ്ട് ഏകദേശം. 12-12:30 മണിക്ക് പ്രസവിച്ചിട്ട് 2 മണി വരെ മുലാരെ കാത്തിക്കുക പള്ളിയിൽ. പള്ളിയിൽ ഉസ്താദ് വരാൻ വേണ്ടിയിട്ട് ബാങ്ക് കൊടുക്കാൻ. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് വലിയ കാര്യമൊന്നും, എനിക്ക് ബാങ്ക് കൊടുക്കാൻ അറിയില്ലെന്ന്. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ എനിക്ക് അറിയും, തെറ്റിപ്പോകുന്നൊരു പേടി. ഞാൻ പറഞ്ഞു കുട്ടിക്ക് എന്തായാലും മനസ്സിലാവില്ല, പോയിട്ട് കൊടുത്തു. നിങ്ങളും മനസ്സിലായി, ഒരു മുസ്ലിമായ മനുഷ്യന് ബാങ്ക് കൊടുക്കാൻ അറിയില്ല, കുട്ടിക്ക് എന്തോ തിരിയോ ബാങ്ക് കൊടുത്ത തെറ്റാണ്ട് ബാങ്ക് കൊടുക്കണം, പേടിപ്പിക്കുകയും ചെയ്യാലോ. കുട്ടി എന്തായാലും തിരിഞ്ഞു ഒന്നും ചോദിക്കൂല, നല്ല റാഹത്തിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞു ആരാ അടുത്തുള്ളത് ആ അയാൾ വേഗം കൊടുക്കണം, പിന്നെ കുറെ കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഏതായാലും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, നല്ല നിലക്ക് ബാങ്ക് കൊടുക്കണം ഈ കുട്ടിക്ക്. മോനെ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു ഉന്നതനാണെന്ന ഏറ്റവും ഖൈറായ കലിമത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ. അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഈ പ്രപഞ്ചം മുഴുവനും പടച്ച് പരിപാലിക്കുന്ന സർവ്വ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവായ അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല, അവൻ മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു മോനെ, ഞാൻ നിന്റെ രക്ഷിതാവ്, ഞാൻ നിന്റെ വലിയാണ്, നിന്റെ ബാപ്പയാലും ഉമ്മയാണ്, ആരായാലും ഞാൻ ഇത് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ്. ഈ കുട്ടിന്റെ കാതിലേക്ക് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ്, അല്ലാഹുവിന്റെ റസൂലാണെന്ന സത്യ സന്ദേശം ഈ കുട്ടിന്റെ കാതിലേക്ക്. എന്നിട്ടൊരു വിളിയാണ് ഹയ്യാലസ് സ്വലാഹ്, ഹയ്യാലസ് സ്വലാഹ്. സംസ്കരണ പ്രക്രിയയുടെ തുടക്കമാണത്. ഈ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ്, ഈ കുട്ടിക്ക് ഒരു ഭക്ഷണം കൊടുക്കുകയാണ്. എന്താണ് ഈ പറയുന്നത്? മോനെ നിസ്കരിക്കാൻ വരൂ. ഏത് കുട്ടിയോട്? എഴുന്നേക്കാൻ പറ്റൂല, കരയാൻ തന്നെ ശരിക്കും പരിചയമില്ല, കണ്ണ് ശരിക്കും തുറക്കുന്നില്ല, സംസാരം ശരിക്കും കേൾക്കുന്നില്ല, ആരെയും നോക്കുന്നില്ല, ആരെയും മനസ്സിലായിട്ടില്ല, ഒന്നും എടുക്കാൻ അറിയില്ല, നിസ്കാരം നിർബന്ധമില്ല. ആ കുട്ടിയോട് പറയുന്നു നീ ഒന്ന് നിസ്കാരത്തിലേക്ക് വരൂ. ഓ സഹോദര, എന്തിനാണത് പറയുന്നത്? നീ വളർന്നു വലുതാകുന്ന സമയത്ത് ചിലപ്പോ നിനക്ക് എല്ലുകൾക്ക് ബലം വന്നിട്ട്, നിന്റെ കണ്ണുകൾക്കൊന്ന് പവർ കൂടിയിട്ട്, നിന്റെ കവളൊന്ന് തുടിച്ചിട്ട്, നീ നല്ല ആരോഗ്യമുള്ളവനായാൽ, ആരോഗ്യമുള്ളവളായാൽ, നീ അതാ വളർന്നു വരുമ്പോ പള്ളി മിനാരത്തിൽ നിന്ന് ഒരു ദിവസം 5 തവണ ആവർത്തിച്ച് കേൾക്കാൻ സാധ്യതയുണ്ട്. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നീ മരത്തിന്റെ മേലെ പണിയെടുക്കുകയാകും, ചിലപ്പോൾ നീ കിണറിന്റെ ഉള്ളിലാകും, ചിലപ്പോൾ നീ നിലത്ത് എന്തെങ്കിലും ഒരു പണിയെടുക്കുന്ന സമയമാകും, അല്ലെങ്കിൽ നീ വെറുതെ നടക്കുന്ന സമയമാകും. നീ എന്ത് പണിയിൽ ഏർപ്പെട്ടാലും അല്ലാഹുവിന്റെ പ്രതിനിധി പള്ളിയിൽ നിന്ന് വിളിച്ചാൽ എല്ലാ പണിയും ഒഴിവാക്കിയിട്ട് നീ ആ മുഅദ്ദിനായ അല്ലാഹുവിന്റെ പ്രതിനിധിക്ക് മറുപടി കൊടുത്തോ, ഇജാബത്ത് ചെയ്തോ. എത്ര നല്ല സന്ദേശമാണ് ഈ കുട്ടിക്ക് കൊടുക്കുന്നത്. അതേ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെടുന്ന വിഷയവും നിസ്കാരമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല സുഹൃത്തുക്കളെ, എന്തിനാണ് അങ്ങനെ നിസ്കരിപ്പിക്കുന്നത്? ഹയ്യാലൽ ഫലാഹ്, ഹയ്യാലൽ ഫലാഹ്. നീ ഉമ്മാന്റെ പള്ളയെന്ന് തലകുത്തി മറിഞ്ഞ പ്രപഞ്ചത്തിന്റെ പ്രതലമില്ലയോ? ഇവിടെ കുറെ കാലം നിനക്ക് നിൽക്കാൻ കഴിയൂല. നിന്റെ ആയുസ് ഒരു 60-70 ഇടയിൽ തീരും. ഒരു കൂടിയ 100 വയസ്സ് വരെ നിനക്ക് അപ്പുറം പോകാൻ കഴിയൂല. മോനെ, പോകുന്ന ഒരു ലോകം വൽ ആഖിറതു ഖൈറും വബഖാ, അനന്തവും അത്യുന്നതവുമായ ലോകമാണ് ആഖിറത്ത്. ആഖിറത്തിന്റെ വിജയത്തിനാണ് നീ പ്രയാസപ്പെട്ട് നിസ്കരിക്കാൻ നിന്നോട് പറയുന്നത്. ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വന്നോ.
ബാങ്കങ്ങ് കൊടുത്തു തീർക്കണം. ഇന്നാ അൻസൽനാഹു എന്ന സൂറത്ത് ഓതി കൊടുക്കണം. സുഹൃത്തുക്കളെ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഈ കുട്ടിയുടെ കാതിലങ്ങ് ഓതി കൊടുക്കണം. അത് ഈ കുട്ടിയുടെ വലത്തെ കാതിലങ്ങ് ഓതി കൊടുക്കുക. പിന്നെയോ ഇനി ഇത് ഒരു സന്താന പരിപാലനമായി ക്ലാസ്സിലൊക്കെ ഉസ്താദുമാരൊക്കെ പറയും. ഞാനിതിന്റെ വിഷയം ഒന്ന് പൊതുവായി പറഞ്ഞു പോവുകയാണ്. നമ്മുടെ കുട്ടികളെ ഒന്ന് നന്നാക്കിയെടുക്കാൻ അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നിങ്ങളിപ്പോ ഈ സദസ്സും സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും തിരിയില്ലാന്നും എനിക്കറിയാം. ഇപ്പൊ ഈ പറയുമ്പോൾ തന്നെ കാണാണ്ടിരിക്കുക നമ്മളെന്താ ഷാഫി മാമ. അതൊക്കെ ആവശ്യമുള്ള സമയത്ത് ഉസ്താദുമാർക്ക് എല്ലാവർക്കും ഇതറിയാം. അവരോട് നിങ്ങൾ എഴുതി വാങ്ങിയാൽ മതി. കല്യാണം കഴിക്കുന്നതിന്റെ തലേത്തെ കൊല്ലം തന്നെ എഴുതി പഠിക്കണം എന്നില്ല. ഭാര്യ പ്രസവിക്കുന്നതിന്റെ തലേന്ന് മതി. കല്യാണം കഴിഞ്ഞ് ഭാര്യ പ്രസവിക്കാൻ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ദിക്ർ മെല്ലെ എഴുതിയിട്ട് എടുത്ത് ഉസ്താദിനൊന്ന് പഠിക്കുക. എന്നിട്ട് കുട്ടിക്ക് മെല്ലെ നോക്കിയിട്ട് നമ്മൾ ശരിക്കും ഒന്ന് കാണാതെ പഠിച്ചിട്ട് ആ കുട്ടിന്റെ അടുക്ക നമ്മളൊന്ന് ഓതി കൊടുക്കുക. തപ്പിത്തറിഞ്ഞ് വായിച്ചു കൊടുക്കരുത്. കുട്ടി കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും, അന്ന് നേരെ ഓതിക്കൂടാ കാക്ക. ഈ മകൻ വലുതായാല് നേരെ ഓതി കൊടുക്കണം. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എന്താ ഞാൻ പറഞ്ഞത്? അപ്പൊ ഈ കുട്ടിക്ക് അത് ഓതി കൊടുക്കണം. പിന്നെ അത് ഹന്നത്ത് ബീബി റളിയല്ലാഹു അൻഹാ ഇദ് ഖാലത് ഇംറഅതു ഇമ്രാൻ, ഇമ്രാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ പറഞ്ഞു, റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ. പടച്ചവനെ, എന്റെ പള്ളയിലുള്ള കുട്ടിയെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ ഖിദ്മത്തിന് നേർച്ചയാക്കി. അല്ലാഹ് നേർച്ചയാക്കി. പക്ഷെ പ്രസവിച്ചു നോക്കുമ്പോൾ പെൺകുട്ടിയാ. വലമ്മ വലായത്ത് പ്രസവിച്ചു നോക്കുമ്പോൾ കാലത്തോറ് പറഞ്ഞു, റബ്ബി ഇന്നി വലായതു ഹാ ഉൻസ. പ്രസവിച്ച പെണ്ണായി പോയി റബ്ബേ. വലൈസ ദക്കറു കൽ ഉൻസ. ആണ് പെണ്ണിനെ പോലെയല്ല അല്ലാഹ്. ഇന്നും ഇത് ചില ആള് ആണും പെണ്ണും ഒരുപോലെ എന്ന് പറയുന്ന ആള്. പരിശുദ്ധ ഖുർആൻ നൂറ്റാണ്ടുകൾക്കും പറയാ. ഹന്നത്ത് ബീവി കുത്തിനെ പിടിച്ചിട്ട് പറയാ, പടച്ചവനെ പ്രസവിച്ചത് പെണ്ണാണ് അല്ലാഹ്. വലൈസ ദക്കറു കൽ ഉൻസ. ആണ് പെണ്ണിനെ പോലെ അല്ല അല്ലാഹ്. ആണുങ്ങളാ പള്ളി പോവാ, പെണ്ണുങ്ങൾ പള്ളി പോല. അത് പണ്ടന്നെ ഇല്ല. അല്ലെങ്കിൽ പിന്നെ പറയുന്നുണ്ടോ, ഞാൻ പ്രസവിച്ച ഒരു കുട്ടിനെ എന്ന് പറഞ്ഞാൽ പോരെ. മറിയം ബീവിയാ ഈ കുട്ടി. ആ കുട്ടിയെ പിടിച്ചിട്ട് പറയാ, വലൈസ ദക്കറു കൽ ഉൻസ. പരിശുദ്ധ ഖുർആൻ ആണ് പെണ്ണിനെ പോലെ അല്ല അല്ലാഹ്. എന്നിട്ട് പറയുന്നു, ആ കുട്ടിയെ പിടിച്ചിട്ട് ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. റബ്ബേ, ഈ കുട്ടിയെയും ഇവളിൽ ഉണ്ടാകാൻ പോകുന്ന സന്താനത്തെയും ഇബ്ലീസുൽ ലഈനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാഹ്. ഏതാണ് ആ മകള്? മറിയം ബീബി റളിയല്ലാഹു അൻഹ. ആ മറിയം ബീബിക്ക് ഉണ്ടായ കുട്ടി ആരാണ്? ഹസ്രത്തുൽ ഈസാ അലൈഹിസ്സലാം. ഈസാ നബിയുടെ ഉമ്മയാ മറിയം ബീബിയാണ് ആ കുട്ടി. അതുകൊണ്ട് തന്നെ മഹാന്മാര് പറയുന്നത്, ലോകത്തെ ഏറ്റവും മഹത്വമുള്ള സ്ത്രീ ആരാണ്? സൂറത്തു മറിയമിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തിയല്ല, സൂറത്തു മറിയമിലൂടെ അള്ളാഹു തആല ഒരു അധ്യായത്തിന് പേര് തന്നെ കൊടുത്ത ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ മറിയം ബീബി റളിയല്ലാഹു അൻഹ. എന്താ മറിയം ബീബിന്റെ പ്രത്യേകത? മറിയം ബീബി ഒരു നബിന്റെ ഉമ്മയാണ്. അതേതാ നബി? ഹസ്രത്ത് ഈസാ അലൈഹിസ്സലാം. അല്ലാഹു അവരെ നമുക്ക് കാണാൻ ഭാഗ്യം തരട്ടെ. ഈസാ നബിന്റെ ഉമ്മയായ മറിയം ബീബി ഏത് നബിന്റെ ഭാര്യയാ? അവർ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. അത് നാളെ സ്വർഗത്തിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ് മറിയം ബീവി. അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങളുടെ ഭാര്യ എന്ന മഹത്വവും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ എന്ന മഹത്വവും, രണ്ട് മഹത്വവും കൂടി ലോകത്തെ ഏറ്റവും മഹത്വമുള്ള പെണ്ണ് അത് മഹദിയായ മറിയം ബീവിയാണെന്ന് പണ്ഡിതന്മാർ അതിന് പ്രധാനമായി കാരണമായി പറയുന്നത് ഈ ദുആയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ആ ദുആ ശരിക്കും ഉസ്താദുമാർ ആ സമയത്ത് എഴുതി പഠിച്ചിട്ട് പറയണം. അല്ലാഹു തൗഫീഖാക്കി തരട്ടെ. അതങ്ങ് കഴിഞ്ഞു, വലത്തെ ചെവിയിലെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത ചെവിയിൽ ഇഖാമത്തും കഴിഞ്ഞാൽ പരിപാടി അങ്ങ് കഴിഞ്ഞു. പിന്നെ സഹോദരങ്ങളെ, വേറൊരു പരിപാടി നമുക്ക് മക്കൾക്ക് കൊടുക്കും. ഇതൊരു ആത്മാവിന് കൊടുക്കുന്ന ഒരു ഭക്ഷണം. നമ്മുടെ മക്കൾ നന്നാകാൻ ആദ്യം കൊടുക്കുന്ന സാധനം. എല്ലാം ജീവിതത്തിൽ മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ. നോക്കിക്കോ നിങ്ങൾ, രണ്ടാമത്തെ പരിപാടി കുട്ടിക്ക് തഹനീക്കുന്നുണ്ട് സാധനം, മധുരം കൊടുക്കുക. മധുരം കൊടുക്കുക. ഈത്തപ്പഴം പോലുള്ള സാധനങ്ങൾ വായിൽ വെച്ച് ചവച്ചിട്ട് സ്വാലിഹീങ്ങൾ അവരുടെ തുപ്പുനീരടങ്ങുന്ന അംശം കുട്ടിയുടെ വായിൽ മധുരമായി തൊട്ടുകൊടുക്കുക. ജിലേബി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കലല്ല, കണ്ടോ? സർവത്ത് കലക്കി കൊടുക്കലല്ല. ഈത്തപ്പഴം പോലുള്ള സാധനങ്ങൾ. അതിൽ ഏറ്റവും ഖൈറായ മാതൃക സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഉമ്മു സുലൈം ബീവി പ്രസവിച്ചപ്പോ മൂത്ത കുട്ടിയായ അനസ് മൂത്ത മകനായ അനസ് റളിയല്ലാഹു അൻഹു ഖാദിമു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമാണ്. അനസ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ഈ കുട്ടിയെയും 2-3 ഈത്തപ്പഴങ്ങളും കൊടുത്തില്ല. ഹദറത്ത് റസൂലില്ലാഹ് ഹബീബായ തങ്ങളെ സമീപിച്ചിട്ടും ഹബീബായ തങ്ങൾ ഈ കുട്ടിയെ വാങ്ങിയിട്ട് മടിയിൽ വെച്ചിട്ട് ഈത്തപ്പഴം വായിൽ വെച്ച് ചവച്ചിട്ട് ഈ കുട്ടിന്റെ വായിൽ അവിടത്തെ തുപ്പുനീരടക്കമുള്ള മധുരം വായിൽ വെച്ചു കൊടുത്തു.
കൊടുത്തിട്ട് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തിട്ട് അബ്ദുള്ള എന്ന പേരിട്ടു, പേര് വിളിച്ചു. ഇതൊക്കെ കേൾക്കണോ? ആ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ മക്കളെ പരമ്പര അങ്ങനെ തന്നെ ഖുർആനുകളും ഹഫാദുകളുമായി ഖുർആൻ പണ്ഡിതന്മാരായി മാറി. നമുക്കൊരു നല്ല മാതൃകയുണ്ടതില്. നമ്മുടെ ഭാര്യ പ്രസവിക്കുമ്പോ നമ്മുടെ നാട്ടിൽ നല്ല സയ്യിദ് ഉണ്ട്, നമ്മുടെ നാട്ടിൽ നല്ലൊരു ഉസ്താദ് ഉണ്ട്, നല്ലൊരു ആലിം, നല്ലൊരു പണ്ഡിതൻ, നല്ല ഈമാനുള്ള ഒരാൾ. എന്നാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ മെല്ലെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ വേഗം കൊണ്ടുപോയി അദ്ദേഹത്തിനെ കൊണ്ടുവന്നെങ്കിൽ ഒന്ന് ചവച്ചിട്ട് അദ്ദേഹത്തിന്റെ തുപ്പ് നീരടങ്ങുന്നത് മെല്ലെ വായിലേക്ക് വെച്ചു കൊടുക്കുക. അതൊരു വലിയ ബറക്കത്താണ്. ചില എന്റെ ഒക്കെ നാട്ടിന്റെ പരിസരത്തുള്ള ഭാഗത്ത്, നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് ഞാൻ അറിയില്ല, ഇല്ലാണ്ട് പറയാൻ കഴിയില്ലല്ലോ. നമ്മുടെയൊക്കെ നാട്ടിൽ ഇത്തരം സദസ്സുകളിൽ ചില പ്രശ്നങ്ങളുണ്ട്. പുതിയാപ്പിളന്റെ ആളുകൾ തൊട്ടു കൊടുത്താലേ ഇറങ്ങുള്ളൂ. കുട്ടിക്ക് മധുരം കൊടുക്കണമെങ്കിൽ പുതിയാപ്പിളിന്റെ ഉപ്പ വന്നിട്ടില്ല, പുതിയാപ്പിളിന്റെ കാർണൂർ വന്നിട്ടില്ല എന്നൊക്കെ പറയും ചില സ്ഥലത്ത്. ഏത് പുതിയാപ്പിള? ദിനേശ് വീടി വലിക്കുന്ന പുതിയാപ്പിള. സിഗരറ്റ് വലിക്കുന്ന പുതിയാപ്പിള തൊട്ട് കൊടുത്താൽ കഞ്ചാവ് വലിക്കുന്ന മോനെ കിട്ടും. കണ്ടോ? കൊടുക്കുന്നതിന്റെ ഇരട്ടി എങ്ങോട്ട് കിട്ടുക? അതുകൊണ്ട് നല്ല സ്വാലിഹീങ്ങൾ അവരുടെ സ്വലാഹിയത്ത് കൊണ്ട് നിറഞ്ഞ നാവിൽ നിന്ന് തൊട്ടു കൊടുക്കണം. അല്ലാഹു റഹ്മത്താക്കി തരട്ടെ. അതും നബിക്കൊരു കുമ്പിടാൻ മടികാട്ടി, അതിനാലെ തന്നിബിലീസിനെ റബ്ബാട്ടി. റബ്ബിന്റെ ശാപം ഏറ്റ ശൈത്വാനെന്ന് പേടിച്ചു മൂത്രമൊഴിച്ചിടോ പെട്ടെന്ന്. ശൈത്വാന്റെ മൂത്രം വീണ സ്ഥാനത്താണ് ബീഡിപ്പുകയില മുളച്ചതും എന്നാണ്. മുഹമ്മദ്. ഞാൻ ഇടക്കൊന്ന് ഓർമ്മപ്പെടുത്തുക, ചില ആളുണ്ടാവും ഇങ്ങനെ വിളിച്ചു വിടുന്ന ഹവയിൽ തീവണ്ടിന്ന് പോകുന്ന പോലെ ഇങ്ങനെ പോണ്ടോ. വിളിക്കാൻ പാടില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് കൽപ്പിച്ച ചരിത്രമൊക്കെ നമുക്കറിയാലോ. അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, മലക്കുകൾ ചെയ്തു, ഇബ്ലീസ് ചെയ്തില്ല. ഇബ്ലീസ് യുക്തിവാദം പറഞ്ഞു, ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. പടച്ചവനെ, എന്നെ പഠിച്ചതും തീ കൊണ്ടാണ്, ആദമിനെ പഠിച്ചത് മണ്ണ് കൊണ്ടാണ്. തീ എപ്പം കത്തിച്ചാലും മേലോട്ടാ കത്തുക, മണ്ണ് എപ്പോൾ ഇട്ടാലും താഴോട്ടാ പോവുക. അതുകൊണ്ട് മണ്ണ് താഴ്ചയെയും തീ ഉയർച്ചയെയും സൂചിപ്പിക്കുന്നു, യുക്തിവാദം. അതുകൊണ്ട് ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട, ഞാൻ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യില്ല. നമ്മുടെ സ്റ്റാൻഡേർഡ് പിടിക്കൂല. ആരോട്? രണ്ടാളെയും പഠിച്ചവനോട്. കണ്ടോ? അതാ ധിക്കാരം. അള്ളാഹു പറഞ്ഞു പോടാം. ആട്ടി ഓടിച്ചപ്പോ പേടിച്ച് മൂത്രയിക്കാൻ അവിടെ നിന്ന് തുടങ്ങിയതാ. എന്റെ വകയിലല്ല, തഴവൂസ്താദ് പറയാ. അപ്പൊ മൂത്രമൊഴിച്ചോണ്ടാ പോയത്. അവന്റെ മൂത്രം വീണെടുത്തുന്നാണ് പോലും ഈ വീടിന്റെ ഇലയും സിഗരറ്റ്, ITC കിങ്, മൾബോറോ, മണ്ണാങ്കട്ട ഇതെല്ലാം ഇതിലുള്ളുന്ന ഉണ്ടായത്. എന്നിട്ട് മൂപ്പര് പറയാ, ഇബ്ലീസ് മൂത്രമൊഴിച്ചവൻ തള്ളുന്നു, നീ നിന്റെ ചുണ്ടിൽ വെച്ചതും വലിക്കുന്നു. ഇബ്ലീസ് മൂത്രക്കൊല്ലോട് മൂത്രമൊഴിച്ച് വിട്ടതാ പേടിച്ചിട്ട്. അത് നമ്മൾ കാലിന്റെ മുകളിൽ കാലും വെച്ച് എന്തൊരു ടേസ്റ്റ് വെളിച്ച് വിടുകയല്ലേ ആജിയാര്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചില സ്ഥലത്തെല്ലാം നോമ്പ് കുറിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു കയ്യിൽ ഈത്തപ്പഴം മറ്റേ കയ്യിൽ സിഗരറ്റ് ഉണ്ടാവും. കത്തിച്ചിട്ട് വേണം വലിക്കാൻ. നമ്മളെ നാട്ടിലൊന്നും ഉണ്ടാവില്ല. പ്രായമുള്ളവരൊക്കെ വലി നിർത്തി. അള്ളാനെ പേടിച്ചിട്ടാന്ന് എനിക്ക് അഭിപ്രായമില്ല, ക്യാൻസർ പേടിച്ചിട്ടാ. മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇപ്പൊ ചെറുപ്പക്കാർ ഇത്രയുള്ള സിഗരറ്റ് വലിക്കുന്നു. അല്ലാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ. ഓ സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരിക്കലും പറ്റൂല. ഇബ്ലീസിനെന്തൊരു കൗതുകം ഇത് കണ്ട്, അംലാക്കിനെന്തൊരു ദുഃഖമാണിത് കൊണ്ട്. ഇബ്ലീസിന് കൗതുകാണ്, അവന്റെ മൂത്രമല്ലേ കുടിക്കുന്നു. മലക്കുകൾക്ക് വെറുപ്പും ബേജാറുമാണ്. അവർക്കറിയാലോ ഇബ്ലീസിന്റെ മൂത്രമാണ്. നമ്മളെ മക്കളെയൊക്കെ അല്ലാഹു നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു, അങ്ങനെ തന്നെ ആള് വെച്ച് ഉപ്പാന്റെ കാർണോറല്ലേ പുതിയാപ്പിന്റെ ആളെന്ന് വെച്ചിട്ട് കൊട്ടുകൊടുക്കാൻ നിൽക്കണ്ട. അതിനേക്കാളും പറഞ്ഞതിനെ ഇങ്ങോട്ട് കിട്ടുക. നല്ലത് കൊടുത്താൽ നല്ലത് ഇങ്ങോട്ട് കിട്ടും, മോശം കൊടുത്താൽ അതിനേക്കാളും പെട്ടക്ക ഇങ്ങോട്ട് കിട്ടും. നല്ലത് കൊടുക്കാനുള്ള തൗഫീഖാക്കി തരട്ടെ. ഇനി പുതിയാപ്പിളിന്റെ ഉപ്പാനോട് എനിക്ക് വെറുപ്പൊന്നുമില്ല കേട്ടോ. ഞാനൊരു വർക്കേത്ത പുതിയാപ്പിളല്ലേ. അതുകൊണ്ട് പുതിയാപ്പിളിന്റെ ഉപ്പ നല്ല തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാ. പുതിയാപ്പിളിന്റെ ഉപ്പ സുബഹിക്ക് കറക്റ്റ് അറ്റൻഡ് ആകുന്ന ആളെ. എന്നാൽ അയാളെന്നെ കൊടുത്താൽ മതി. ഉള്ളതിൽ നല്ല ആള് കൊടുക്കണോ? എത്തിക്കപ്പെടുന്നതിൽ ഏറ്റവും ഹൈറായ ആളാണ് ഇത് കൊടുക്കേണ്ടത്. വീട്ടിലൊരു ഉമ്മാമയുണ്ട്, നല്ല മൗലിദും മാലയൊക്കെ ചൊല്ലുന്ന, എപ്പോഴും ഖുർആൻ ഓതുന്ന നല്ലൊരു ഉമ്മാമ. ആ ഉമ്മാമ കൊടുത്താൽ മതി. ഉള്ളവരാരാണോ? ഉള്ളവരിൽ ഹൈറായ ആളുകൾ ഈ കുട്ടിക്ക് മധുരം കൊടുക്കണം. സുഹൃത്തുക്കളെ, ഈ കുട്ടിക്ക് നല്ലൊരു പേരിടണം. 7ാമത്തെ ദിവസം ആ കുട്ടിക്ക് ഒരു പേര് വിളിക്കണം, മുടി കളയണം, അഖീഖ അറുക്കണം. ഈ കുട്ടിയെ ഒന്ന് നമുക്ക് സംസ്കരിച്ച് കൊണ്ടുവരണം ഇൻഷാ അല്ലാഹ്. ഈ കുട്ടിയെ നമുക്ക് നല്ലൊരു പേര് കൊടുക്കണം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരത്തെ പരാതി പറയാൻ വേണ്ടി വന്ന ബാപ്പ, ആ ബാപ്പന്റെ മകനോട് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് 3 കാര്യമാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്. ഒന്ന്, നല്ല ഉമ്മാനെ കൊടുക്കണം. ആ ഉമ്മ നന്നാകണം, ഭാര്യ നന്നാകണം. 2ാമത്തെ, നല്ല പേര് കൊടുക്കണം കുട്ടികൾക്ക്. അല്ലാഹു നമ്മളെ മക്കളൊക്കെ പേര് നന്നാക്കി തരട്ടെ. കണ്ട ആമീൻ പറയുന്നു.
ഇവരാലോചിക്കുന്നില്ല, ഇങ്ങനെ ആമീൻ പറഞ്ഞേക്ക. മക്കളെ പേരെങ്ങനെയാണ് നന്നാകുക? ഇട്ടില്ലേ? മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ. ആമീൻ പറയും കുറച്ച് ആലോചിച്ച് പറഞ്ഞു. ഞാൻ തമാശക്ക് പറഞ്ഞു നോക്കിയത്, നിങ്ങൾ പറയുന്നുണ്ടോ? അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. മക്കളെ പേരെങ്ങനെ ഇട്ട പേരും കിട്ടാനല്ലേ? ഇനിയിപ്പോ ആ പേര് നന്നാകാൻ വേണ്ടിയിട്ട് വലിയ ചാൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. ഏതായാലും നമ്മുടെ മക്കളെ സ്വഭാവം അല്ലാഹു നന്നാക്കി തരട്ടെ. നല്ല പേരിടണം. ഏതാണ് ഏറ്റവും നല്ല പേര്? അബ്ദുള്ള. അല്ലാഹുവിലേക്ക് അബ്ദ് ചേർക്കുന്ന പേര് നല്ല പേരാണ്. നല്ല പേരിടണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നകും തുദഊന യൗമൽ ഖിയാമത്തി ബി അസ്മാഇകും വബി അസ്മാഇ അബായികും ഫഅഹ്സിനു അസ്മാഅകും. നിങ്ങളെ നിങ്ങളുടെ ബാപ്പന്റെയും പേര് കൂട്ടിയിട്ടാണ് ആഖിറത്തിൽ വിളിക്കുക. അതുകൊണ്ട് നല്ല പേരിടണേ. മുഹമ്മദുർ റസൂലുള്ളാഹ്. നല്ല പേരിടാൻ വേണ്ടി ഹബീബായ തങ്ങൾ പറയുന്നു, നിങ്ങൾ അബ്ദുള്ള എന്ന് പേരിടണം. നല്ല പേരാണത്. നല്ല നല്ല പേരുകൾ കണ്ടുപിടിച്ചിട്ട് മഹാന്മാരിലേക്ക് ചേർത്തിട്ട് പേരിട്ടാൽ ആ മഹാന്മാരുടെ സ്വഭാവം നമ്മുടെ കുട്ടിക്കും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു ഹദീസ്, ഇദാ കാന യൗമുൽ ഖിയാമ നാദാ മുനാദിൻ അലാ ലിയകും മൻ ഇസ്മുഹു മുഹമ്മദ് ഫൽയദ്ഖുലിൽ ജന്നത ഖറാബതൻ ലിനബിയിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളാകുമ്പോൾ ഒരു മലക്ക് ഇങ്ങനെ വിളിച്ചു പറയും, അലാ ലിയകും മൻ ഇസ്മുഹു മുഹമ്മദ്. മുഹമ്മദ് എന്ന പേരുള്ള ആളുകളൊക്കെ എഴുന്നേറ്റ് നിന്നോ. ഫൽയദ്ഖുലിൽ ജന്നത ഖറാബതൻ ലിനബിയിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനോട് ആദരവോടെ മുഹമ്മദ് എന്ന് പേരിട്ട ആളുകളൊക്കെ റസൂലുള്ളാഹിന്റെ ബഹുമാനം കൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചിട്ട് മുഹമ്മദ് എന്ന് പേരിട്ടാൽ റസൂലുള്ളാഹിന്റെ ആദരവ് കൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടന്നോളൂ എന്ന് നാളെ മലക്കുകൾ വിളിച്ചു പറയുമേ. മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളെല്ലാവരും കുടുങ്ങിപ്പോയൊരു സ്ഥലമാണത്. മൊയ്ലാമാരെല്ലാം കുടുങ്ങി, ഉസ്താമാരൊക്കെ കുടുങ്ങി. ഭാര്യ പ്രസവിക്കണ്ട, ഗർഭിണിയായിട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പോ തന്നെ ഏകദേശം ആണിന്റെയും പെണ്ണിന്റെയും പേര് സെലക്ട് ചെയ്യും. എവിടെ നിന്നറിയോ? കമ്പ്യൂട്ടർ, നെറ്റ്, ഇന്റർനെറ്റ് എന്ന് പേര് സെർച്ച് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ടുവരികയാണ് പേര്. അറബിന്റെ മക്കൾക്ക് ഡയാന എന്നെല്ലാം പേരുണ്ട്. അത് ഇങ്ങോട്ട് എഴുതിക്കൊണ്ട്, ഉറുദു അറബി ഫാർസി മിക്സഡ് ആണ് അറബികളും പേരിന്റെ. അത് നിങ്ങളെ ഉഷാറായിട്ട് എഴുതിക്കൊണ്ടത്. ഹിമമി ഉസ്താദ് ഉണ്ട്, ഖത്തീബ് ഉസ്താദ് ഉണ്ട്, ഇപ്പുറത്തെ ഖത്തീബ് ഉസ്താദ് ഉണ്ട്. എല്ലാ ഉസ്താദന്മാരെല്ലാം കോളേജിൽ നിന്ന് ബിരുദെല്ലാം വാങ്ങി വന്നാളാ. അങ്ങനെ ഈ പേരിന്റെ ഇങ്ങനെ ഇംഗ്ലീഷ് കൊണ്ടുവന്നപ്പോ ഉസ്താദ് പറഞ്ഞു, ഇതൊന്ന് അറബിയാക്കി തരുമോ? എവിടെ അവൻ അറബി കിട്ടു? അങ്ങനെ ഉസ്താദ് മൻഹലും മുഞ്ചിത് 25 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു നോക്കി. ഇല്ലാത്ത സമയത്ത് യാ റബ്ബല്ലാലും ഈ ലഫ്ള് അതിൽ കാണുന്നുണ്ടോ? ഇല്ല. അവസാനം ഉസ്താദ് പരാജയം സമ്മതിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇതിന്റെ അർത്ഥം അറിയില്ല. അപ്പൊ പച്ചമ്പളത്തെ പെണ്ണുങ്ങൾ പറയാ, നമ്മുടെ നാട്ടിൽ ഉദാഹരണം പറഞ്ഞാണ്, നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ പറയാണ്, എന്തോ മൊയ്ലിയാർ, എന്തോ മുദരിസ്, എന്ത് ഖത്തീബ്. ഒരു പേരിന്റെ അർത്ഥം ചോദിച്ചു കിട്ടണില്ല. എത്ര നിസ്സാരമായ സംഗതി നോക്കി നിങ്ങൾ. ഒരു പേരിന്റെ അർത്ഥം ചോദിച്ചാൽ എല്ലാ കോളേജിൽ നിന്ന് ബിരുദം വാങ്ങി വന്ന ഇയാള്, എല്ലായിടത്തും ഫസ്റ്റ് റാങ്കിൽ വാങ്ങി വന്ന ആളാ. ഉമ്മാന്റെ പരീക്ഷയ്ക്ക് ലാസ്റ്റ് മാർക്കായി 0 മാർക്ക്. പേരിന്റെ അർത്ഥം ചോദിച്ച് കിട്ടിയില്ല. എല്ലാരും കുടുങ്ങുന്ന പരിപാടി അത്. ആ നീ നല്ല പേരിട്ടോ എന്ന് പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യില്ല. നിങ്ങൾ മുഹമ്മദ് എന്ന് പേരിട്ടോ, അത് അപ്പുറത്തെ പേർക്കുണ്ടോ? അബൂബക്കർ എന്നിട്ടോ, അത് ഇപ്പുറത്തെ പേർക്കുണ്ട്. ഉമർ എന്നിട്ടോ, അത് മറിയും ഞാൻ മാപ്പിള തൊണ്ടൻ പേര്. അങ്ങനത്തെ പേരൊന്നും പറ്റൂല. പഴയ കാലത്ത് ഈ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ അവരുടെ പശു, ആട്, പൂച്ച ഇതിനെല്ലാം ഇടുന്ന പേരുണ്ട്. കിണി കിണി, കുണുകുണു, ഇങ്ങനത്തെ പേരാണ് നമ്മളെ പിള്ളേർക്ക് ഇപ്പൊ കാര്യമായിട്ട് ഇടുന്നത്. അനു ഇബിന് കുനു. മലക്കൾക്ക് തന്നെ മനസ്സിലായി ഏതാ വാപ്പ ഏതാ മകൻ. ഉണ്ടോ? അങ്ങനത്തെ ഒരു അവസ്ഥ. ഞാനൊരു ചങ്ങാതിനോട് പറഞ്ഞു, എന്ത് പേരോടെ എന്ന് വെച്ചാൽ 2 അക്ഷരം മാത്രം, എനിക്ക് വായിക്കാൻ പേര് പറയാൻ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഇതെന്ത് പേരാ, ഇത്ര ചുരുക്കിയത് എന്തിനാന്ന് വെച്ചു. അപ്പൊ ഇവൻ പറഞ്ഞെന്തറിയോ? ഉസ്താദേ, ഈ ഗൾഫിൽ പോകുമ്പോ എയർപോർട്ടിലെല്ലാം പൂരിപ്പിക്കാൻ ഒരു കള്ളാസ് വരും. ഉള്ള കള്ളിയിൽ ഫുള്ളിട്ടാൽ നമ്മളെ പേര് പകുതിയാവൂല. അവിടുത്തെ കള്ളി ഫുള്ള് തീർന്നാലും പേരിടാവില്ല. ഇപ്പൊ ആധാർ കാർഡ് 101 കാർഡാണ്. അതുകൊണ്ട് ചെറിയ 2 പേര് മതി എന്ന് ഇട്ടതാണ്. മോനെ, ആഹ്റം രക്ഷപ്പെടണം, കുറച്ച് നല്ല പേരെല്ലാം ഇടണം. ഇതിന്റെ ഇവിടുത്തെ ആധാർ കാർഡും മറ്റേ കാർഡിൽ എങ്ങനെയെങ്കിലും സലാമത്താവും. അവിടെ വലിയ പണിയാ. അള്ളാഹു സലാമത്താക്കി തരട്ടെ, അള്ളാഹു സലാമത്താക്കി തരട്ടെ. ഈ അടങ്ങേറ് കയ്യൂലെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുമ്പ്, ഇപ്പം പിന്നെ എന്നൊരു പേരിന്റെ അർത്ഥമൊന്നും ചോദിക്കലില്ല. അപ്പോ ഞാൻ ദർശനം നടത്തുന്ന സമയത്ത് മുമ്പ് പള്ളിയിൽ ഒരു ജമാഅത്ത് ദർസിൽ നടത്തുന്ന ഒരു പള്ളിയിൽ ദർശനം നടത്തുന്ന സമയത്ത് ഞാൻ ഇതിങ്ങനെ ഇടക്കിടക്ക് ഒന്ന് ചോദിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ബുക്ക് സ്റ്റാളിൽ നിന്ന് 8888 പേര്, ഒരു ബുക്ക് സ്റ്റാളിൽ കയറിയത് കിതാബ് നോക്കാൻ കയറുമ്പോൾ തന്നെയുണ്ട് 8888 മുസ്ലിം പേരുകൾ. വേറെ ആരുമില്ല, നമ്മളെ മാത്രം പേര്. അങ്ങനെ ആ ബുക്ക് എന്തായാലും വാങ്ങി. ഇത് വലിയ ഉപകാരപ്പെടുന്ന സാധനമാണെന്ന് വിചാരിച്ചത് വാങ്ങി. ഏതൊരു മൊയ്ലാർ എഴുതിയത്, ആളെ വേറെ ഓർമ്മയില്ല. ഏതായാലും പേരും ഉണ്ട്, അതിന്റെ അർത്ഥമുണ്ട്.
2 ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹു തആല ലോട്ടറി അടിച്ച പോലെ ഒരാൾ വന്ന് ചോദിച്ചു, ഇത് വാങ്ങിയൊന്നും ഫലിക്കണമല്ലോ. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ പെങ്ങള് പ്രസവിച്ചു, പെൺകുട്ടിയാണ്, ഉസ്താദ് ഒരു പേര് പറഞ്ഞു തരണം. ഞാൻ ഈ ബുക്ക് അങ്ങനെ തന്നെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ എല്ലാം മോനെ നീ അന്വേഷിച്ച് നല്ല പേരിൽ ഇട്ടോ, ഇന്നലെ വാങ്ങിയ ബുക്കാണ്, 2 ദിവസം മുമ്പ് വാങ്ങിയ ബുക്കാ ഇട്ടോന്ന്, എനിക്കാണ് ആദ്യം തരുന്നത്. അങ്ങനെ ഇവൻ ഫുള്ള് പോയി. 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് പറയാം, ഉസ്താദെ അതിലൊന്നും അത്ര നല്ല പേരില്ല, വേറെ ഒരു പേര് പറയാൻ പറഞ്ഞു. കണ്ടോ നിങ്ങൾ ഇടങ്ങേറ്. ഇതാകെ ഈ ചൊറ കയ്യിലാന്നിട്ട് അത് വാങ്ങിയത്. ഞാൻ ചോദിച്ചു എത്ര കുട്ടിനെ പ്രസവിച്ചെന്ന് വെച്ചു. ഒറ്റ കുട്ടി. ഒരു കുട്ടിക്ക് 8889 പേര് പറഞ്ഞു കൊടുക്കണം. 8888 കഴിഞ്ഞു. കണ്ടോ നിങ്ങൾ, നമ്മളെ ഉമ്മത്ത് അങ്ങനെ ആകാൻ പാടില്ല. കുറച്ചൊക്കെ സൂക്ഷ്മതയും ശ്രദ്ധയും ആ വിഷയത്തിൽ വേണം. ഒരു ചില പിള്ളേർക്കുണ്ട്, ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങിയാന്ന് മനസ്സിലാവും. അശാക്ക്, ഇഷാക്ക്, ഉഷാക്ക് 3 പിള്ളേർ. മദ്രസയിൽ പഠിക്കുന്ന ഉസ്താദ്മാർക്ക് അറിയാം. പിള്ളേരല്ല ഒറ്റ ടീമാന്ന് മനസ്സിലായാൽ മതി. പേരിന്റെ അർത്ഥം ഒന്നും ചിന്തിക്കണം. ഒരു ടീം 3 പിള്ളേർ. ഫാത്തിമ ഇട്ടിട്ട് പെൺകുട്ടികളെ പേര് ഹലാക്കാക്കല ചിലയാണ്. ഹലാലാക്കലാണ് വേണ്ടത്. ഫാത്തിമ അക്ര, ഫാത്തിമ അക്രി, ഫാത്തിമ അക്രു 3 പിള്ളേർ. ഫാത്തിമ മദ്രസയിൽ ഉസ്താദിനെ പൊട്ടിക്കാൻ വേണ്ടി അത് ഇട്ടത്. അത് പാസ്പോർട്ടിൽ ഉണ്ടായാലും വിളിക്കുകയും ചെയ്യില്ല. ക്ര, ക്രി, ക്രു, പേക്കെന്തവള കാര്യം പോലെ പിള്ളേരെ പേര് വിളിച്ചാൽ പേരിന്റെ ഉള്ളു. അങ്ങനെ ആകാൻ പാടില്ല. ഐഷത്തും ഹഫ്സത്തും വസൂദ സഫിയത്തും മൈമൂനത്തും വറംല ഹിന്ദും വസൈനബും കദാ ജുബൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തും മർദിയാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുണ്ട്, സ്വഹാബിയത്തുകളായ വനിതകളുണ്ട്. ഹബീബായ തങ്ങളെ പൊന്നുമകൾ ഫാത്തിമയുണ്ട്. ആ പേരിട്ടിട്ട് അങ്ങനെ തന്നെ വിളിക്കണം. ആയിഷ എന്ന് പേരിട്ടാൽ ആയിഷ എന്ന് തന്നെ വിളിക്കണം. ഫാത്തിമ എന്ന് പേരിട്ട് അങ്ങനെ തന്നെ നിങ്ങൾ വിളിക്കും. നിത്യനൂതനമാണ് ആ പേരുകൾ. അബ്ദുള്ള എന്ന് വിളിക്കുമ്പോൾ അറബികൾ അബ്ദുള്ള എന്ന് വിളിക്കുമ്പോൾ ഒരു സ്റ്റൈല. നമ്മൾ അബ്ദുള്ള തന്നെ വിളിക്കും തോന്നിപ്പോ നമ്മൾ ഒരൊറ്റ തിരിക്കല പേരിട്ട്. അബ്ദുൽ ഖാദർ എത്ര നല്ല പേരാണ്. അബ്ദുൽ ഖാദർ നമ്മൾ അന്തുക്ക ഒരൊറ്റ തിരിക്കലാണ്. പിന്നെ ഈ പേര് പോയ വഴി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഉപയോഗം തന്നെ ഉണ്ടാവൂല. അങ്ങനെ ആകാൻ പാടില്ല. പേരിട്ട പോലെ വിളിക്കണം. ചില ആളെ പേരിട്ട് ഇത് ഏതാ പേരെന്ന് മനസ്സിലാകുന്നില്ല. എനിക്ക് പ്രത്യേകിച്ച് ഈ മംഗലാപുരം ഭാഗത്ത് വന്നാൽ ഞാൻ പേര് പറയാൻ വേണ്ടി പറയില്ല. നിങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ മതി. ചിലപ്പോൾ നാട്ടിന്റെ പേരും കുട്ടികളെ ഇയാളെ പേര് വേറെ കിട്ടും. ചിലപ്പോൾ വിളിക്കുന്നത് ചീത്തയാരം വിളിക്കുന്നതെന്ന് തോന്നി പേര് കേട്ടാൽ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞത് നല്ല പേരിടണം, ഇട്ടതുപോലെ വിളിക്കണം. നല്ലൊരു പേര് ഈ കുട്ടിക്ക് കൊടുക്കണം. എന്തിനാണ് കൊടുക്കുന്നത്? അത് ആ കുട്ടിയുടെ സ്വഭാവത്തിൽ നിഴലിച്ച് കാണാൻ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ മക്കളെ നിങ്ങളുടെ ഉപ്പാന്റെ പേരും കൂട്ടിയിട്ടാ വിളിക്കുക. എന്നെ വിളിക്കുമ്പോൾ ഹംസ ഇബ്നു അബ്ദുൽ ഖാദിർ. എന്റെ ബാപ്പ മരണപ്പെട്ടു പോയി. ബാപ്പന്റെ ഖബർ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പലരും മരിച്ചിട്ടുണ്ടാകും. മരണപ്പെട്ടവരുടെ ഖബറൊക്കെ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് ആ കുട്ടിക്ക് നല്ല പേരിടണം, മുടി കളയണം. എന്നിട്ട് മുടി കളഞ്ഞിട്ട് ആ മുടിന്റെ തൂക്കം അനുസരിച്ച് സ്വർണ്ണമോ വെള്ളിയോ ദാനം ചെയ്യണം. അതങ്ങനെ ദാനം ചെയ്യണം, സാധുക്കൾക്ക് കൊടുക്കണം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖാക്കി തരട്ടെ. പിന്നെ അഖീഖ അറുക്കണം. ആ കുട്ടികൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ കുട്ടികളും അഖീഖയുടെ മേൽ പണയം വെച്ചിട്ടാണുള്ളത്. അഖീഖ അർത്താലേ നമ്മളതാകുള്ളൂ. നമ്മളെ സ്വത്തുണ്ട്, അതൊരു സ്ഥലത്ത് പണയം വെച്ചിട്ടാണെങ്കിൽ നമ്മളെ അവകാശം ഉണ്ടെന്നല്ലാണ്, നമ്മളെ പേരിലുണ്ട് എന്നല്ലാണ്, ഉപയോഗിക്കാൻ കഴിയൂല. അതുകൊണ്ട് കുട്ടികളെ അഖീഖ അറുക്കണം. ഇനി ഞാൻ ഒന്നും കൂടി പറയാം. നമ്മുടെ ബാപ്പ പണ്ട് നമുക്ക് അഖീഖ അറുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അറുക്കാവുന്നതാണ്. മസ്അലക്ക് നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ചോളൂ. ഉസ്താദ് പറഞ്ഞ് അത് വിശദീകരിക്കുന്നില്ല. നമുക്ക് പണ്ട് അറുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ പേരിൽ ഇപ്പോൾ നമുക്ക് അറുക്കാം. പ്രായപൂർത്തിയാകുന്നത് വരെ രക്ഷിതാവിന്റെ ചെലവിലും, അതായി കഴിഞ്ഞാൽ പിന്നെ കുട്ടിന്റെ ചെലവിലുമാണ് അഖീഖയുടെ ചെലവ്. അള്ളാഹു നമുക്ക് റഹ്മത്താക്കി തരട്ടെ. പിന്നെ അഖീഖയിൽ ഇപ്പൊ എല്ലാ സ്ഥലത്തും അറക്കലുണ്ട്. അപ്പുറത്തെ പെർക്കാൻ അറുത്തിട്ട് എങ്ങനെ നമ്മൾ ഇപ്പുറത്തെ പെർക്കാൻ അറക്കാണ്ടിരിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് അറക്കല്. എന്നാലും അറക്കലുണ്ട്. അങ്ങനെ വിചാരിച്ചിട്ട് അറുത്താൽ നാട്ടുകാർക്ക് ഇറച്ചി കിട്ടും, നമുക്ക് കൂലി കിട്ടൂല. നാട്ടുകാർക്ക് എന്തായാലും ഇറച്ചി കിട്ടും, അത് ഉറപ്പൻ. അതുകൊണ്ട് നല്ല നിയത്തോടെ നമ്മളെ മക്കൾ നന്നാകാൻ വേണ്ടിയിട്ട് എന്നെ നിയത്താക്കിയിട്ട് അറക്കണം. നിയത്ത് കൊണ്ട് എന്തിനാ വെറുതെ പൈസ കളയുന്നത്? അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും പടച്ചോൻ സ്വീകരിക്കണമെന്നുള്ള നിലക്ക് അറുക്കണം. അള്ളാഹു തആല തൗഫീഖാക്കി തരട്ടെ. ഇവിടെ ഉണ്ടോന്ന് ഞാൻ അറിയില്ല. ചില സ്ഥലത്തൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് പാട്ടുണ്ടാക്കും. ചില ഇപ്പൊ അങ്ങനത്തെ ഇറങ്ങാറുണ്ടോന്ന് അറിയില്ല. കാസറ്റ് പാട്ടെല്ലാക്കിയിട്ട് ഇങ്ങനെ കുട്ടിന്റെ മുമ്പ് താരാട്ട് പാടിയിട്ട് അതിന് പൈസ എല്ലാം കൊടുത്തിട്ട് പാട്ടാക്കല്. ഉപ്പ ഉമ്മാവ് ഏത് പാടാൻ അറിയാത്ത പെണ്ണും കുട്ടികൾ കരഞ്ഞാ പാടും. അല്ലാഹ് ഹസ്ബി ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. ഒരു പാട്ടും ജീവിതത്തിൽ പാടിയിട്ടില്ല, ഒരു സ്റ്റേജിൽ മീൻ കയറിയിട്ടില്ല. അല്ലാഹ് ഒരു പാട്ടും പാടാൻ അറിയാത്ത പെണ്ണും കുട്ടി കരയേ കരച്ചല്. എന്നാൽ ഈ ഉമ്മ അറിയാണ്ട് പാടും.
ആരും പഠിപ്പിക്കണമെന്നില്ല, അങ്ങനെ പാടിക്കോളും. ആ പാട്ട് മതി, ദിക്ർ ചൊല്ലിയാ മതി. ആ പാട്ട് പാടിയിട്ട് ഇങ്ങനെ ഇതിപ്പോ മരിച്ച ഉപ്പാനെ വരെ വിടില്ല. ഉപ്പ കബറ്റിന്റെ ഉള്ളിൽ എത്തി നോക്കി ഉമ്മമ്മ സ്വർഗത്ത് പാട്ട്. ഭർത്താവിന്റെ ആള് പേര് പറയാ, ഉമ്മാന്റെ പേര് പറയാ, ഇങ്ങനെ പറഞ്ഞിട്ട് ആഭാസകരമായ പാട്ടുണ്ടാക്കിയിട്ട് അതിന് പൈസ ചെലവാക്കുക. ആ പൈസ നിങ്ങൾ ഏതെങ്കിലും എത്തിങ്ങാനൊക്കെ കൊണ്ട് കൊടുക്ക്, ആ പൈസ നമ്മുടെ പള്ളിയിലേക്ക് കൊണ്ട് കൊടുക്ക്, ആ പൈസ നമ്മുടെ മദ്രസയിലേക്ക് കൊണ്ട് കൊടുക്ക്, ആ പൈസ നമ്മുടെ മത്താലിങ്ങൾക്ക് ചെലവാക്ക്, ആ പൈസ നിങ്ങൾ ഏതൊക്കെ പാവപ്പെട്ടാക്ക് കൊണ്ട് കൊടുക്ക്. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ മകൻ നന്നാകാൻ, നമ്മുടെ കുട്ടി സംസ്കാരമുള്ളവനാകാൻ, ആ കുട്ടിന്റെ പേരിൽ ആ കുട്ടി വളരുമ്പോൾ തന്നെ നമ്മൾ മോശമായ ചുറ്റുപാടിലൂടെ ആ കുട്ടിയെ വളർത്താൻ പാടില്ല. സുഹൃത്തുക്കളെ, ഞാൻ ആ വിഷയം വിടുന്നു. നമ്മുടെ കുട്ടികൾ നമുക്ക് ആഖിറത്തിൽ ഖൈറായ നല്ല മക്കളായി വരാൻ ആ കുട്ടിക്ക് നല്ല പേരിട്ടു, അഖീഖർത്തു, അവന് മാർഗ കല്യാണം ചെയ്തു കൊടുത്തു. ആ കുട്ടിയെ നമ്മൾ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാണ്. സുബ്ഹാന ജല്ല ജലാലു. എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഈ മക്കൾ നന്നാകാൻ ഗർഭിണിയായ സമയത്ത് തന്നെ നീ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടി പള്ളയെ കിടക്കുന്ന സമയത്ത് തന്നെ ദിക്റും ദുആയും വേണ്ടതുണ്ട്. ദിക്റും ദുആയും ഉമ്മമാരോട് കുറച്ച് സംഗതികൾ ഞാൻ പറയുന്നു. നമ്മൾ നല്ല സൂക്ഷ്മതയോടെ ഈ കുട്ടി നന്നാകാൻ വേണ്ടി ഗർഭിണിയായ സമയത്ത് തന്നെ പരിശ്രമിക്കണം. ഇനി കയ്യിൽ കിട്ടിയാൽ ഈ കുട്ടി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന നിങ്ങളുടെ മടിയിലാണ്. ഉമ്മാന്റെ കൂടെയാണ് ഈ കുട്ടി. 9 മാസം ഉമ്മാന്റെ പള്ളയിലാണ്, ഇനി 2 കൊല്ലം ഉമ്മാന്റെ മടിയിലാണ്. ഇത് കുട്ടിന്റെ സ്വഭാവമാണ്. നമ്മളെല്ലാവരും അങ്ങനെ ആയവരാണ്. ഉമ്മമാരെ, അൽ ഉമ്മു അഹഖു ബി തർബിയത്തിൽ ഔലാദ്. മക്കളെ നന്നാക്കേണ്ട പ്രഥമ പാഠശാല ഉമ്മാന്റെ മടിത്തട്ടാണ്. അവിടെയാണ് കുട്ടികളെ വിദ്യാലയം, അവിടെയാണ് മദ്രസ, അവിടെയാണ് സ്കൂൾ, അവിടെയാണ് അറബി കോളേജ്, അവിടെയാണ് ബിരുദാനന്തര ബിരുദം കൊടുക്കുന്നത്. ഈ ഉമ്മ 2 കൊല്ലത്ത് ഈ മക്കൾക്ക് എന്ത് പഠിപ്പിച്ചോ അതാണ് ആ മക്കൾ എപ്പോഴും തുടരുക. അതുകൊണ്ട് ചെറിയ മക്കൾ പാട്ട് കേൾക്കുന്ന, അവർ ഇമ്പം കൊള്ളുന്ന, അവര് കാതുകളൊന്ന് ശ്രദ്ധിക്കുന്ന സമയത്ത് നീ ഹറാമായ പാട്ട് പാടല്ല ഉമ്മ. മുല കുടിക്കുന്ന കുട്ടിയെ മടിയിലിരുത്തിയിട്ട് നീ സിനിമ കാണല്ല ഉമ്മ. ചെറിയ മക്കളെ മടിയിലിരുത്തിയിട്ട് മുല കൊടുക്കുന്ന കുട്ടികളെ, അതേ അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന മക്കളെയും ഇരുത്തിയിട്ട് സീരിയല് കാണല്ല, പാട്ട് കേൾക്കല്ല. ലൈറ്റിന്റെ പ്രകാശം ഇങ്ങനെ അടിക്കുന്ന സമയത്ത്, ടെലിവിഷന്റെ പ്രകാശം അടിക്കുമ്പോ മുല കുടിക്കുന്ന കുട്ടി ടെലിവിഷനിലേക്ക് നോക്കാൻ ഈ കുട്ടിക്ക് ഹറാം വരാനൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നീയോ ലാലും മുതലുമാവുകയാണ്. നീ പിഴപ്പിക്കുന്നു. ഈ കുട്ടിയെ കൊണ്ട് എന്തിനാണ് നീ അരുതായ്മ കാണിക്കുന്നത്? ഒരൽപ്പം ശ്രദ്ധ വേണം കേട്ടോ. ഞാനോ മോശമായി പോയി. ഈ കുട്ടി നാളെ എന്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവനാകണം. ഇവൻ എനിക്ക് റഹ്മത്തായി വളരണം. അതുകൊണ്ട് ഈ മകൻ സിനിമ കാണണ്ട, ഈ മകൻ പാട്ട് കേൾക്കണ്ട, ഈ മകൻ ഒരു പട്ടുറുമാലും കുപ്പിവളയിലും അഡിക്റ്റാകണ്ട. ചെറിയ മക്കളെ ഇരുത്തിയിട്ട് ഉമ്മമാര് സിനിമ കാണും, മക്കളെ മടിയിൽ ഇരുത്തിയിട്ട്. ഇനി ചില ഉമ്മമാര് ചെയ്യുന്ന പണി, അവർക്ക് അടുക്കളയിൽ എന്തെങ്കിലും പണിയും തിരക്കലുണ്ടെങ്കിൽ മോന് TV ഓണാക്കി കൊടുത്തിട്ട് അല്ലാ അവരപ്പുറത്ത് പോയി എടുക്കണ്ടോ, നീ അപ്പുറം പോയി പാട്ട് കേൾക്കണമെന്ന് പറയും. അത് തീരെ ചെയ്യാൻ പാടില്ല. മക്കൾക്ക് TV ഓണാക്കിയിട്ട് അവരത് കണ്ടു രസിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പുറത്ത് പണിയെടുക്കാൻ പാടില്ല. എന്തെങ്കിലും ഹിക്മത്ത് ഹറാമല്ലാത്തത് ഈ TV എല്ലാം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാം മക്കളായ സമയത്ത് ഉമ്മമാര് നമ്മളെ പോറ്റിയിട്ടില്ലേ? അങ്ങനെ എന്തെങ്കിലും ഹിക്മത്ത് എടുത്തിട്ട് മക്കളെ പോറ്റിക്കോളണം. ഇനി ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഈ മക്കള് നന്നാകാൻ അവർക്ക് നല്ല സ്നേഹം കൊടുക്കണം. നല്ല സ്നേഹമാണ് അവർക്ക് കൊടുക്കേണ്ടത്. ആ സ്നേഹം കൊടുത്താൽ നല്ല സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ ഗൗരവമുള്ള സ്വഭാവം പുറത്തെടുത്താൽ മക്കളുടെ സ്വഭാവം വികൃതമായി പോകും, വക്രതയുള്ളതായി പോകും. ലൈസ മിന്നഹാ മല്ലം യർഹം സഗീറനാ വയഅരിഫ് ഹഖ കബീരിനാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ചെറിയ മക്കളോട് കാരുണ്യം കാണിക്കാത്തവർ, വലിയവരെ ആദരിക്കാത്തവർ നമ്മിൽ പെട്ടവനല്ല. ചെറിയ മക്കളെ അടിക്കാൻ പാടില്ല. ചെറിയ മക്കളുണ്ടെങ്കിൽ വരങ്ങി വരുന്ന മക്കൾ, ഞാനിപ്പം ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടില് 2-3 കുട്ടികളുണ്ട്. അവര് ഉസ്താദ് പോയതും കാലി പോയതും അവർക്കില്ല. അവര് സ്ലേറ്റ് പെൻസിലെടുത്ത് ഇങ്ങനെ വരക്കലാണ്. അവർക്ക് ഉസ്താദ് കാലി, ആ മക്കൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആ മക്കൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ആ വീട്ടുകാർക്കും നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. മക്കൾക്ക് അങ്ങനെയാണ്. ചെറിയ മക്കളുണ്ടാവും, അവർ ചിലപ്പോൾ നല്ല ചുമരായിരിക്കും, പെൻസിലും കൊണ്ട് നല്ല വര വരച്ചിട്ടുണ്ടാവും. അവരെ ലോകം അതാണ്. നമ്മൾ ആ കുട്ടിനെ അടിച്ച് കയ്യങ്ങ് പൊട്ടിച്ചാൽ അതിന് ആശുപത്രി കൊണ്ടുപോയി ഈ പെയിന്റിന്റെ പൈസയായി, ആ പൈസയായി, വേറെന്താ ലാഭം കിട്ടുക? ആ കുട്ടിക്ക് അടിക്കുമ്പോ ഇതെന്നെ അടിക്കാൻ നീ ബാപ്പാന്ന് തോന്നണ്ടേ? അങ്ങനെ ഒരു പ്രായെങ്കിലും ആകാതെ അടിക്കാൻ പാടില്ല.
വൈദാ ബലഗ 10 സിനീന ഫദ്രിബൂഹു അലൈഹാ. ഹബീബായ തങ്ങൾ പരിധി നിർണയിച്ചിട്ടുണ്ട്. 7 വയസ്സായ നിസ്കരിക്കാൻ കൽപ്പിക്കണം, അടിക്കണ്ട. 10 വയസ്സായ നിസ്കരിച്ചിട്ടില്ലേ കൊടുക്കണോന്നാ പറഞ്ഞത്. 7 വയസ്സായ തല്ലണോന്ന് പറഞ്ഞിട്ടില്ല. 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായ നിസ്കരിച്ചില്ലേ അടിക്കണം. എങ്ങനത്തെ അടി അടിക്കണം? ലാത്തി ചാർജ് അല്ല. ഈ കുട്ടിക്ക് തോന്നണം ബാപ്പാക്ക് എന്തോ ഒരു ദേഷ്യം വരുന്നുണ്ട്, അങ്ങനെ മതി. ചില ആളുകൾ എന്റെ മകൻ എന്നെ കണ്ടാ ഭയങ്കര പേടിയാണ്. മോനെ കുറച്ചു കാലം കഴിയട്ടെ, അവനും ഉഷാറും നീ ഒന്ന് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കാണാ ബാക്കി. നല്ല സ്നേഹമുള്ള മക്കളെ തിരിച്ചു കിട്ടണമെങ്കിൽ മക്കൾ നമുക്കല്ലാഹു ചെയ്ത ഔദാര്യമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മക്കളെ ഏറ്റവും ഖൈറായ മക്കളാണ്. ഉരമുള്ള രീതി നീ എപ്പോഴും എടുക്കണ്ട, അവർക്കെപ്പോഴും അത് ഭാരമാണത് കൊണ്ടാ. നല്ല സ്വഭാവത്തിൽ മോനെ നിസ്കരിക്കാൻ പോകാൻ നമുക്ക് ബാപ്പന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. എന്നാ ബാപ്പ ഈ കുട്ടിയും വരും. നീ നിസ്കരിക്കാൻ പോടാന്ന് പറഞ്ഞാൽ കുട്ടി പോയി പണി വെക്കുന്നു പറയും. എല്ലാം പുറത്ത് പറഞ്ഞിട്ടെങ്കിലും മനസ്സിന്റെ ഉള്ളിലെങ്കിലും പറയും, നല്ലതേ പറയാവൂ. എനിക്കെന്നെ ഒരു അനുഭവമുണ്ട്. ഞാൻ ദർസ് നടത്തുന്ന ഫസ്റ്റിൽ ദർസ് നടത്താൻ വേണ്ടി പോയപ്പോൾ അതിന്റെ അടുത്തൊരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, നെറ്റുള്ളത് കൊണ്ട് പറയാൻ പേടിയാണ്, എന്നാലും പറയാം, ഞാനും ഒന്നൊരു ചെറുതാണ്, ദർസ് തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ ഇവനോട് ചോദിച്ചു, നിന്റെ പേരെന്താ? ദർസ് പഠിക്കാൻ പോയ സമയത്ത് ഒരു ചെറിയ കുട്ടി, നിന്റെ പേരെന്താ? അപ്പൊ എന്നെ എടുത്ത വായിക്കാനോട് ചോദിച്ചു, നിന്റെ പേരെന്താ? അല്ലാഹ്, അന്ന് മനസ്സിലായി കുട്ടികളോട് അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഞാൻ ദർസ് പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് അടുത്ത വർക്കാരന, അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു, നിന്റെ പേരെന്താ? എടുത്ത വായിക്കാൻ എന്നോട് നിന്റെ പേരെന്താ? തലയിൽ കെട്ടിട്ട് എന്നോട് ചമ്മിപ്പോയി. മനസ്സിലാവുന്നുണ്ടോ? അത് പിന്നെ താടിയൊന്നും ഇടയ്ക്കോട്ടൊന്നും ഇല്ല, വലിയ പ്രശ്നമൊന്നുമില്ല. പറഞ്ഞത് മക്കളോട് അങ്ങോട്ട് ചോദിക്കേണ്ട കറക്റ്റ് സമയം. അതിനുശേഷം മോന്റെ പേരെന്താന്ന് വെച്ചാൽ ഓൻ ഉസ്താദെ എന്റെ പേരെന്താന്ന് പറയും. കൊസറ ചോദിച്ചാൽ അതിനേക്കാളും പറഞ്ഞതാ കിട്ടുക. അപ്പൊ അതുകൊണ്ട് ആ മക്കളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചോദിക്കാൻ നമ്മളെ കുഴപ്പം. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് മക്കളോട് പെരുമാറണേ. ഉരമുള്ള രീതി എടുത്ത കടുപ്പത്തിൽ അങ്ങോട്ട് കിട്ടുക. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞത് മക്കളോട് നല്ല സ്നേഹം, സൗഹാർദ്ദം, കാരുണ്യം. ആ മക്കൾക്ക് നല്ല റാഹത്ത് വീട്ടിന്റെ ഉള്ളിൽ. ബാപ്പക്ക് മക്കളോട് നല്ല ബാപ്പ മക്കളെയൊക്കെ എടുത്ത് മടിയിലൊക്കെ ഒന്ന് ഇരുത്തണം. നമ്മളെ റബ്ബേ, നമ്മൾ മക്കളെ തൊടുവോ കൈകൊണ്ട്? ചില ആണുങ്ങൾ തൊടുന്നില്ല. അതൊക്കെ പെണ്ണുങ്ങളെ പണിയാന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കല. മൂപ്പര് വലിയ ആചാരിങ്ങനെ കാലിന്റെ മുകളിൽ കാലം കെട്ടിച്ച് അങ്ങനെ ആവാൻ പാടില്ല. മക്കളെ നമുക്ക് കുളിപ്പിക്കാം, ചെറിയ മക്കളെ കുളിപ്പിക്കാം, അവർക്ക് വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കാം, അവരെ നന്നായിട്ട് നോക്കി നടത്തുകയും ചെയ്യാം. നല്ല റാഹത്തിൽ മക്കളെ നമ്മളൊന്ന് പരിഗണിക്കുകയും ചെയ്യണം. പെണ്ണുങ്ങളെ ചില പരിപാടിയൊക്കെ ഒന്ന് കുറച്ചു കൊടുക്കണം, അവരുടെ അധ്വാനങ്ങളൊക്കെ ഒന്ന് കുറച്ചു കൊടുക്കണം. ഞാനത് വിശദീകരിക്കുന്നില്ല. മദ്രസയിലെ മക്കൾ നന്നായിട്ട് പറഞ്ഞേക്കണം, അതൊരു നല്ല ബാധ്യത. നമ്മളെ മക്കൾ നന്നാകാൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ ഭാഗം, ഒന്ന് നല്ല ഉമ്മയെ കൊടുക്കണം, രണ്ടാമത് നല്ല പേര് കൊടുക്കണം, മൂന്നാമത് ഖുർആൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ സംസ്കാരം പഠിപ്പിക്കണം. അവൻ സംസ്കാരമുള്ളവനാകണമെങ്കിൽ ഖുർആൻ പഠിപ്പിക്കണം. ഖുർആൻ പഠിപ്പിക്കാൻ എന്താണ് മാർഗം? അതിനാണ് നമ്മൾ മദ്രസ ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ മദ്രസയിലേക്കുന്നത്. മദ്രസയിൽ അയച്ചാൽ മതിയോ? പോരാ. നമ്മൾ ശരിക്ക് അവരെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലെത്തിയാൽ പ്രാവർത്തികമാക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. മദ്രസയിൽ നിന്ന് മക്കൾ വരികയാണ് വീട്ടിലേക്ക്. മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് ചെറിയ മുസഹഫും പിടിച്ചിട്ട് ചെറിയ മകൻ 2ാം ക്ലാസ് പഠിക്കണം, 3ാം ക്ലാസ് പഠിക്കുന്ന മകൻ വരുമ്പോ ആ മകനെ ബഹുമാനിച്ചിട്ട് വീട്ടുകാരനായ ഉപ്പയും ഉമ്മയും എഴുന്നേൽക്കണം. എന്തിനാണെന്നറിയോ? കുട്ടി മുസഹഫും കൊണ്ടാണ് വരുന്നത്. ഖുർആൻ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കൽ പ്രത്യേകമായ സുന്നത്താണ്. അതുകൊണ്ട് തന്നെ കുട്ടിയെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, വീട്ടിന്റെ ഉള്ളിൽ എന്താണ് ആ പ്രശ്നം? ഈ കുട്ടി ഉസ്താദിന്റെ ക്ലാസ് കേട്ടിട്ടാണ് വന്നത്. മോനെ TV കാണാൻ പാടില്ല, മോനെ സീരിയൽ കാണാൻ പാടില്ല, മോനെ ഒരു ഹറാമും കാണാൻ പാടില്ല. വീട്ടിലുള്ള മക്കൾ നന്നായിട്ട് അത് ഉൾക്കൊണ്ടു. കാരണം ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആ മക്കൾക്ക് എല്ലാമാണ്. ആ ഉസ്താദിന്റെ വെള്ള വസ്ത്രം, ഉസ്താദിന്റെ തലപ്പാവ്, ഉസ്താദിനെ കണ്ടിട്ടാണ് ആ കുട്ടികൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഉസ്താദുമാരെ അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മൾ ഈ സമുദായത്തിലെ മക്കളെ നല്ല നിലക്ക് വളർത്തുന്ന ഏറ്റവും ഖൈറായ പണിയെടുക്കുന്ന ആളുകളാണ് ഉസ്താദുമാര്. അവർക്കൊക്കെ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആ ഉസ്താദിനെയാണ് കുട്ടി ശരിക്കും അനുകരിക്കുക, കോപ്പി അടിക്കുക. ഉസ്താദ് പറയുന്ന മക്കളെ നിങ്ങൾ TV കാണാൻ പാടില്ല. വീട്ടിലെത്തി നോക്കുമ്പോ ഉമ്മയും ബാപ്പയും ഉണ്ട് ഇങ്ങനെ പാളും പരിചയം പിടിച്ച് തല്ലാൻ നിൽക്കുന്നത്. വരന്റെ ഉള്ളിൽ എത്തിയൊക്കെ ഉമ്മയും ഉപ്പയും 2 മുന്നണിയിൽ മത്സരിക്കാൻ നിൽക്കുക. എന്താ സംഗതി? ഉമ്മയും മിണ്ടുന്നില്ല, ബാപ്പയും മിണ്ടുന്നില്ല, പുൽമാൽ തന്നെ. ഇപ്പൊ മൂത്ര ചക്കൻ ഓനോട് എന്താണോ പ്രശ്നം? നമ്മൾ ഇടപെട്ടാ തീരുവോ?
മക്കൾ ചോദിക്കാം ഉപ്പ ഉമ്മ തമ്മിലുള്ള തല്ല് നമ്മൾ ഇടപെട്ടാ തീരുമോ? പണ്ട് ആനയും തല്ലുണ്ടായി ഒരു സ്ഥലത്ത്, ഭയങ്കര അടി. അപ്പൊ ഒരു കൊതു മധ്യസ്ഥം പറയാൻ പോയി. കൊതു മധ്യസ്ഥം പറയാൻ വേണ്ടി പോകാൻ ആന എന്ത് ചെയ്തോ തുമ്പിക്ക് ഒരൊറ്റ ബലി. കൊതുവിനെ കാണുന്നേ ഇല്ല, മൂപ്പർ ഉള്ളിൽ പോയി. ഞാൻ പറഞ്ഞത് ഉപ്പയും തല്ലുന്ന ഉമ്മയും തല്ലുന്നതിന് മക്കൾ ചെറിയ മക്കൾക്കൊന്നും ചെയ്യാനില്ല നഴ്സറിക്കാർക്ക്. പക്ഷെ എന്നാൽ ഇവർ ചോദിക്കാണ്. അപ്പൊ ഒരുത്തം പറഞ്ഞ് ഇടപെട്ടിട്ട് കാര്യമില്ല. ഒരാൾ പറഞ്ഞ് ഏഷ്യാനെറ്റ് മതി, മറ്റേ ആൾ പറഞ്ഞ സൂര്യനെ വേണം. ഉപ്പ ഉമ്മ തല്ലുന്നതിനാ ഉപ്പ ഉമ്മ തല്ലുന്നത് ഒരാൾക്ക് പട്ടുറുമാലും മറ്റേക്ക് കുപ്പിവള. ഇത് ഏലുള്ളത് ഞാൻ അറിയില്ല, ഞാൻ ഉദാഹരണം പറഞ്ഞതാ. രണ്ടാൾക്കും രണ്ട് സാധനം, ഒരാൾക്ക് മൈലാഞ്ചി കാണണം, മറ്റേക്ക് മംഗലം കാണണം. ഇവര് രണ്ട് സീരിയൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് തർക്കമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. മക്കൾ ഏത് മുന്നണി കൂടുന്നു നിങ്ങൾ ആലോചിക്കണം. ഉപ്പാവും മക്കൾ തീരെ പാടാൻ പാടില്ല, ഹറാമും ഭാഗവും നരകത്ത് പോകുന്നു പഠിച്ചിട്ട് വരുന്ന മക്കള്. ഈ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന മക്കൾ എന്തേ പഴിച്ചു പോകും നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഓ എന്റെ ചെറുപ്പക്കാരെ, എന്നെ കേൾക്കുന്ന രക്ഷിതാക്കളെ, 60 ലക്ഷം 1 കോടിയൊക്കെ നമ്മുടെ നാട്ടിലുള്ള മദ്രസക്ക് നമ്മൾ ചെലവാക്കുന്ന ഈ നാട്ടിലെ മക്കൾക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഈ സമുദായത്തിലെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആഗോളാടിസ്ഥാനത്തിൽ തന്നെ തുല്യതയില്ലാത്ത നിലക്ക് ചെറിയ മക്കളെ നഴ്സറി പ്രായം മുതൽ അവർക്ക് ഏറ്റവും വലിയ സെക്കൻഡറി, അതിനേക്കാളും അപ്പുറത്ത് മതവിദ്യാഭ്യാസം നൽകാൻ ഒരു ദിവസം, ഒരു മാസം, ഒരു വർഷം എത്ര കോടികളാണ് വ്യവസ്ഥാപിതമായി ഈ ഉമ്മത്ത് ചെലവാക്കുന്നത്. പക്ഷെ റിസൾട്ട് വരുന്നത് വളരെ മോശമായിട്ടാണ്. അതേ വലിയ വലിയ കള്ളുകുടിയന്മാർ ഈ ഉമ്മത്തിൽ നിന്ന് വന്നു പോകുന്നു. വലിയ വലിയ ഗുണ്ടകൾ ഈ സമൂഹത്തിൽ ഉണ്ടായി പോകുന്നു. എന്തേ? മദ്രസയിൽ നിന്ന് സർട്ടിഫിക്കറ്റും വാങ്ങി തൂങ്ങി കിടക്കുന്നവൻ, ചുമരിന്റെ മേലെ 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കോടെ പാസ്സായി കിടക്കുന്ന കുട്ടി എങ്ങനെ കള്ളുഷാപ്പ് നടങ്ങുന്നവനായത്? വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ കുറവല്ല, സിലബസിന്റെ കുറവല്ല, മദ്രസയുടെ ചുമരുകളുടെ പ്രശ്നമല്ല, മറിച്ച് ആ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന സംവിധാനം വീട്ടിലെത്തുമ്പോ അവരെ കാണുന്നില്ല. വീട്ടിലത് കാണണ്ടേ? പള്ളിയിൽ നിന്ന് പഠിക്കുന്ന സംഗതി പുരയിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാഹചര്യമില്ല. അതൊരു വലിയ വിഷയമാണ്. ഇനി മദ്രസയിൽ അയച്ചാൽ തന്നെ സമയമുണ്ടോ മദ്രസയിൽ? ഇവിടെ എത്ര മണിക്കൂർ മദ്രസയിൽ സമയം? ഇവിടെ വലിയ ഭാഗ്യം 7 മണി മുതൽ 9 മണി വരെ. ഞാൻ കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് വേദന പോയി. തലശ്ശേരി ഭാഗത്തൊരു സ്ഥലത്ത്. അപ്പൊ അവിടെ ഞാൻ ഉസ്താദുമാരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ശമ്പളം ഉണ്ടെന്ന് വെച്ചു. മുഅല്ലിമീങ്ങൾക്കാണ് ഈ ലോകത്ത് ഏറ്റവും കുറഞ്ഞ ശമ്പളം. ഈ നാട്ടിൽ നല്ല ശമ്പളം ഉണ്ട്, അല്ലാഹു ബർക്കത്തായി കൊടുക്കട്ടെ. ഉസ്താദുമാർക്ക് വേണ്ടി ദ്വാരക്കുമ്പോൾ നാട്ടുകാർക്ക് ആമീൻ പറയുന്ന വെറുപ്പ്, അല്ലാഹു അവർക്ക് നന്നാക്കി റഹ്മത്ത് ചെയ്യട്ടെ. ആമീൻ പറഞ്ഞാൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏറ്റവും നല്ല പണി ഏറ്റവും ചെറിയ ശമ്പളത്തിന് എടുക്കുന്നവരാണ് മുഅല്ലിമീങ്ങൾ. അവരാണ് ഏറ്റവും ഹൈറായി ഈ സമൂഹത്തിന്റെ ആള്. മുദരിസിനും ഖതീബിനും ശമ്പളം അത്യാവശ്യം തരക്കേടില്ലാണ്ടുണ്ടാവും. അവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മുഅല്ലിമിന്റെ പേര് നോട്ടീസിലും വരെ കൊടുക്കൂല. കണ്ടോ? നോട്ടീസിൽ വരെ സാധുക്കളെ പേരുണ്ടാവില്ല. പക്ഷെ അവരാണ് ഈ സമുദായത്തിൽ ഏറ്റവും ഹൈറായ അക്ഷരം പഠിപ്പിക്കുന്നത്. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക് എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത്, ഒരു മൊയിലാരോട് ചോദിച്ചു നിങ്ങൾക്ക് എത്ര ശമ്പളം? അപ്പൊ ഇയാളോട് ശമ്പളത്തിന്റെ കാര്യമൊന്നും പറയേണ്ട ഉസ്താദെ, കോയമ്പ് വാങ്ങാൻ തയ്യില്ലാന്ന്. കോയമ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, തൈലം പിന്നെ പുരട്ടണ സാധനം, അത് വാങ്ങാൻ തികയൂല. ഇയാളൊരു രസികനാണ് ആള്. അപ്പൊ ഞാൻ എന്തിനാ കോയമ്പ് എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറയണത്, ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വന്നപ്പോ മദ്രസകളുടെ ടൈം ചുരുക്കി. കാലിനൊപ്പിച്ചിട്ട് ചെരുപ്പ് മുറിക്കല്ല, ചെരുപ്പിനൊപ്പിച്ചിട്ട് കാല് മുറിക്കുക. അങ്ങനെ മദ്രസ അങ്ങനെ ചുരുക്കി സമയം വല്ലാണ്ടായി പോയി, കുറഞ്ഞു. അവസാനം കമ്മിറ്റിക്കാർ തീരുമാനിച്ചു 6:30 to 7:30 65 ലക്ഷം രൂപയ്ക്ക് ബിൽഡിംഗ് കെട്ടി ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് കമ്മിറ്റിക്കാരെന്ന് തീരുമാനിച്ചേ, രാവിലെ സുബഹിക്ക് മദ്രസ 6:30 മണി മുതൽ 7:30 മണി വരെ ബസ്, 1 മണിക്കൂർ. പറയാൻ നല്ല സുഖാണ്. കാരണം ഈ കുട്ടിനെ ജീവിതത്തിൽ ഇയാൾ കുളിപ്പിച്ചിട്ടില്ല. നമ്മളെല്ലാം പുരക്കുന്ന രാവിലെ കുട്ടികളെ ബക്കറ്റിൽ മുക്കല. രാവിലെ എടുത്ത് ഈ മക്കളുണ്ടോ എഴുന്നേൽക്കുന്ന 5 വയസ്സുള്ള കുട്ടിക്ക് എന്ത് മദ്രസ? അപ്പൊ ആ കുട്ടിക്ക് എഴുന്നേൽപ്പിക്കുന്ന റെഡിയായി വരണമെങ്കിൽ തന്നെ 1/2 മണിക്കൂറോ എഞ്ചിൻ ചൂടാകാൻ. ഞാൻ പറഞ്ഞത്, ഇയാള് പറയാണ് 6:30 മണിക്ക് തീരുമാനിച്ചിട്ട് കമ്മിറ്റിക്കാരങ്ങ് പോയി. ഈ പുരന്ന് മക്കളുണ്ടോ വരുന്നത്? ഞങ്ങൾക്ക് നല്ല സുഖ. സുബഹി നിസ്കരിച്ചിട്ട് കട്ടൻ ചായയും കുടിച്ചിട്ട് അവിടെ ഹാജർപട്ടിയും കൊണ്ട് ഇങ്ങനെ മേശന്റെ മേലെ വന്നിരിക്കും. അപ്പൊ ഒരു 6:30 മണിക്കല്ലേ തുടങ്ങണത്. 6:35 40 ആകുമ്പോൾ മെല്ലെ കുട്ടികൾ ഓരോന്ന് വരുമ്പോ ഇങ്ങോട്ടാക്കും, കേറിക്കോ നടത്തും, ക്ലാസ്സിൽ കേറിക്കോ ഇങ്ങോട്ട്. ഒരു 7 മണി വരെ വന്നുകൊണ്ടേയിരിക്കും. ഒരു 7:05 7:10 ആകുമ്പോ ആദ്യം വന്ന കുട്ടി എഴുന്നേൽക്കും. അതിന്റെ അർത്ഥം ഇനി മൂത്രയിക്കാൻ പോകണമെന്നല്ല, അവന്റെ സ്കൂൾ ബസ് ദൂരത്തുനിന്ന് വരുന്നതാണ്, അതിപ്പോ എത്തും, അതുകൊണ്ട് പോകണോ. അപ്പൊ ഉസ്താദ് പറയും പോയിക്കോ ഇങ്ങോട്ട്. അപ്പൊ ഓരോ കുട്ടി എഴുന്നേൽക്കുമ്പോൾ ഇങ്ങോട്ട്, ആദ്യത്തെ 1/2 മണിക്കൂർ ഇങ്ങോട്ടും, 2ാമത്തെ 1/2 മണിക്കൂർ ഇങ്ങോട്ടും. നിങ്ങളുടെ കഴുത്തിന് ഭയങ്കര വേദന. കോയമ്പ് വാങ്ങാൻ തയ്യില്ല പൈസ. കണ്ടോ?
ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് മദ്രസാ സംവിധാനവും നീങ്ങുന്നത്. അതുകൊണ്ട് ഗൗരവത്തിൽ ആലോചിച്ചിട്ട് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ സംസ്കരിക്കപ്പെടേണ്ട മക്കൾക്ക് പകരം, സന്താനങ്ങൾക്ക് പകരം നമ്മുടെ കഴുത്തിന് പിടിക്കുന്ന മക്കൾ വരും, നമ്മുടെ കോളർ പിടിക്കുന്ന മക്കൾ വരും. അതുകൊണ്ട് ഗൗരവത്തിൽ ആലോചിക്കണേ ഉമ്മമാരെ. മക്കൾക്ക് നല്ല റഹ്മത്തുള്ള ഉപദേശങ്ങൾ കൊടുക്കണം. അവരെ മദ്രസയിൽ അയച്ചാൽ മാത്രം പോരാ, അവർക്കത് പ്രാവർത്തികമാകാനുള്ള ചുറ്റുപാട് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ അവരെ മുമ്പൊന്ന് TV കണ്ടിട്ട് ശീലിപ്പിക്കരുത്. നമ്മൾ അവരെ മുമ്പൊന്ന് കളി കാണുന്നവരാകരുത്. അവരെ മുമ്പൊന്ന് മൊബൈൽ കൊണ്ട് കളിക്കുന്നവരാകരുത്. എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നമ്മുടെ മക്കൾക്ക് എന്തൊരു റഹ്മത്തുള്ള മക്കളാക്കിയിട്ട് അവളെ വളർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ അനുഗ്രഹം ചെയ്തില്ലേ ഉമ്മമാരെ. മദീനത്തെ വീടുകളിൽ അതാ പട്ടിണി കിടക്കുന്ന വീടുകളിൽ മക്കൾ ഉറങ്ങാൻ വേണ്ടി നോക്കുമ്പോ ആ മക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മദീനത്തെ പള്ളിയിലുള്ള മദീനത്തെ ചുറ്റുഭാഗത്തുള്ള വീട്ടിൽ നിൽക്കുന്ന ഉമ്മമാര് മക്കളോട് ചോദിക്കും, മക്കളെ നിങ്ങൾ ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിരുന്നോ? റസൂലുള്ളാഹിനെ നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമായിരുന്നു. കണ്ടു എന്ന് മറുപടി പറഞ്ഞാൽ സ്വലാത്ത് ചൊല്ലി ഉറങ്ങാൻ പറയും. കണ്ടിട്ടില്ല എന്നാണ് മറുപടി എങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ മദീനയിലുള്ള ദിവസമാണെങ്കിൽ നിങ്ങൾ പോയി റസൂലുള്ളാഹിനെ കണ്ടിട്ട് വരൂ എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള ഉമ്മമാര് മക്കളെ ശരിയായിക്ക് ശിക്ഷണം നൽകിയിരുന്നു, പഠിപ്പിച്ചിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ മക്കയിൽ ഇല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലി, മദീനയിൽ ഇല്ലാത്ത ദിവസമാണെങ്കിൽ സ്വലാത്ത് ചൊല്ലി ഉറങ്ങാൻ പറയുമായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഉമ്മമാരെ, നമ്മുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്യുകയാണ്. ഫോൺ ചെയ്തപ്പോ നമ്മൾ മക്കളെ പറ്റി അന്വേഷിക്കുമ്പോൾ നമ്മൾ പറയുന്നത്, മകൻ സോഫന്റെ മേലെ ഇരുന്നിട്ട് ടിവിയും കണ്ടിട്ട് ഉറങ്ങിപ്പോയി, ഞാൻ അവനെ എടുത്ത് കിടത്തിയതേ ഉള്ളൂ. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന വീട്ടില്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം കൊതിക്കുന്ന വീട്ടില്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്ന വീട്ടിൽ എങ്ങനെ ടെലിവിഷൻ കണ്ടിട്ട് ഉറങ്ങുന്ന മകനുണ്ടായതും, എങ്ങനെ പാട്ട് കേട്ടിട്ട് വളരുന്ന മകനുണ്ടായത്, എങ്ങനെ മൊബൈൽ കൊണ്ട് ഗെയിം കളിച്ച് വളരുന്ന മകനുണ്ടായത്. 3 വയസ്സുള്ള കുട്ടി മൊബൈൽ കൊണ്ട് ഇങ്ങനെ കളിക്കുമ്പോ ഉപ്പ അഭിമാനത്തോട് പറയുന്നു, എനിക്കൊന്നും ഇതിനെ കൊണ്ട് അറിയില്ല, എന്റെ മകന് കൊടുത്താൽ അവൻ ഇങ്ങനെ തുറന്നു തരും. മൊബൈൽ കൊണ്ട് കളിക്കൽ വലിയ ശ്രദ്ധയിൽ മോദിക്കാത്താന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ചെറിയ കുട്ടിയുടെ മനസ്സിലേക്ക്, മെമ്മറിയിലേക്ക് ഇതിന്റെ ഗൗരവകരമായ അവസ്ഥകൾ കയറ്റി കൊടുക്കുന്ന ബാപ്പാ, ഫതുഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങൾ ഉസ്താദുമാരോട് ചോദിച്ചോ. അവന്റെ രക്ഷിതാക്കൾക്ക് ആദ്യമായി ലോകത്ത് നിർബന്ധമാകുന്നത് ഒരു പേര് പഠിപ്പിക്കല. ആരെ പേരാണത്? സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബായ തങ്ങളെ പേര് പഠിപ്പിക്കണം, റസൂലുള്ളാഹിന്റെ ഉമ്മാന്റെ പേര് പഠിപ്പിക്കണം, റസൂലുള്ളാഹിന്റെ ബാപ്പന്റെ പേര് പഠിപ്പിക്കണം, റസൂലുള്ളാഹിന്റെ നാട് പഠിപ്പിക്കണം, റസൂലുള്ളാഹിന്റെ മദീന പഠിപ്പിക്കണം, റസൂലുള്ളാഹിന്റെ കുടുംബം പഠിപ്പിക്കണം. അങ്ങനെ നമ്മുടെ മക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിച്ചിട്ട് നല്ല ഈമാനുള്ള മക്കളായി വളരട്ടെ. ആ മക്കൾക്ക് നല്ല ഉപദേശം കൊടുക്കുന്നതോടൊപ്പം, നല്ല തർബിയത്ത് കൊടുക്കുന്നതോടൊപ്പം ആ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. നല്ല ഭക്ഷണം കൊടുത്താൽ നമുക്ക് ആഖിറത്തിൽ സ്വർഗം വാങ്ങിത്തരുന്ന മകനുണ്ടാകും. നമ്മൾ എങ്ങനെങ്കിലും ഹറാം കൊണ്ട് സമ്പാദിച്ചിട്ട് നമ്മുടെ മക്കളെ തീറ്റിച്ചാൽ ആ മക്കൾ പിഴച്ചു പോകും കേട്ടോ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുകയാണ്. നല്ലത് മാത്രം ഭക്ഷിക്കണം, നല്ലത് മാത്രം ഭക്ഷിപ്പിക്കണം, മക്കൾക്ക് നല്ലത് മാത്രം കൊടുക്കണം. ആരാൻ്റെത് പറിച്ചിട്ട് കൊടുക്കാൻ പാടില്ല, ആരാൻ്റെത് മോട്ടിച്ചിട്ട് കൊടുക്കാൻ പാടില്ല.